ഹലോ വെൽക്കം ബാക്ക് ടു യൂണിവേഴ്സൽ ലൈവ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഫൈനൽ ലാപ്പാണ്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ടോപ്പിക്സും അതേമാതിരി തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതിനു മുമ്പ് തന്നെ നമുക്ക് പറയാനുള്ളത് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്തമായ കോഴ്സുകളുണ്ട്. നമുക്ക് കാണാൻ കഴിയും യൂണിവേഴ്സലിലെ നീറ്റ് ക്രാഷ് ബാച്ചുകൾ മാർച്ച് 20 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ കീം ക്രാഷ് ബാച്ചുകൾ 27 മാർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ എടുത്ത റെഗുലറായ നീറ്റ് JEE റിപ്പീറ്റേഴ്സ് ബാച്ചുകൾ ജൂൺ 1 ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി നിങ്ങൾക്ക് +1ൻ്റെയും +2ൻ്റെയും കൂടെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ പരിശീലനത്തോടു കൂടി നിങ്ങൾക്ക് പഠിച്ച് നല്ല കോളേജിൽ എത്തുവാൻ വേണ്ടി യൂണിവേഴ്സലിൻ്റെ കൂടെ തന്നെ യൂണിവേഴ്സലിലെ പബ്ലിക് ബാച്ചുകളുണ്ട്, ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ബാച്ചുകളുണ്ട്. നിങ്ങൾ +1 +2 പഠിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ടോപ്പിക്സും തന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ എൻട്രൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളുകളുണ്ട്. അതേമാതിരി തന്നെ നിങ്ങൾ വേറെ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹോളിഡേ ബാച്ചുകളുണ്ട്, +1 +2 ഹോളിഡേ ബാച്ചുകളുണ്ട്. അതേമാതിരി തന്നെ നിങ്ങൾ ഒരു JEE ആസ്പിരൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് JEE ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ ആരെങ്കിലും യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി യൂണിവേഴ്സൽ കണ്ടക്ട് ചെയ്യുന്ന യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാം ഉണ്ട്. ഈ എക്സാം 2 ഏപ്രിൽ 2025 കണ്ടക്ട് ചെയ്യുന്നത്. ഈ എക്സാമിൽ നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ചാപ്റ്റർ തുടങ്ങാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കെമിക്കൽ ബോണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് പല ആറ്റംസ് നമുക്ക് കാണാൻ പറ്റും. ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഓക്സിജൻ ആറ്റം ഉണ്ട്, അങ്ങനെ പല ആറ്റംസ് ഉണ്ട്. പക്ഷേ ഈ ആറ്റംസ് ഒക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇവരൊന്നും എന്തല്ല, സ്റ്റേബിൾ അല്ല. സോ ഈ ആറ്റംസ് ഒക്കെ കൂടിച്ചേർന്നിട്ട് അവരെന്ത് ചെയ്യും, ഒന്നിച്ച് വന്നിട്ട് മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ മോളിക്യൂളായി എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്നൊക്കെ നോക്കണം. പക്ഷെ നമ്മൾ അറിയേണ്ടത് ഏതൊരു കെമിക്കൽ സ്പീഷീസ് എടുത്താലും അതിലെ കോൺസ്റ്റിറ്റ്യൂൻ്റ് ആയ പാർട്ടിക്കിൾസ് ഒന്നിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഇവർ ഒന്നിച്ച് നിർത്തുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കെമിക്കൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും ആറ്റംസ് ആർ യൂഷ്വലി നോട്ട് capable of free existence, but groups of atoms of the same element or different elements exist as one species. For example, hydrogen H2 അല്ലേ, O2, അതേമാതിരി ഫോസ്ഫറസ് P4, സൾഫർ S8, അതേമാതിരി വാട്ടർ H2O. ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന ഇവരെന്ത് ചെയ്യുക, there must be some force of attraction which holds these atoms together. അപ്പോൾ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, the force of attraction which bonds different constituent particles in a species is known as chemical bond. അതാണ് ഇവിടെ പറഞ്ഞത്. കെമിക്കൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓർ അയൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ കെമിക്കൽ ബോണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നേച്ചറിൻ്റെ ഒരു വേ ആണ്, സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയുള്ള എക്സിസ്റ്റൻസിന് വേണ്ടി നേച്ചറിൻ്റെ ഒരു വേ ആണ്. ഇങ്ങനെ കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കിയിട്ട് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇവർ എനർജി റിലീസ് ചെയ്യുകയും ഇവർ മോർ സ്റ്റേബിൾ ആവുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി വ്യത്യസ്തമായ മോഡ്സ് ഓഫ് കെമിക്കൽ ബോണ്ടുകളുണ്ട്. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്. അയോണിക് ബോണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. രണ്ടാമത്തെ കോവാലൻ ബോണ്ട് അല്ലെങ്കിൽ കോവാലൻ ബോണ്ടിങ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ കോർഡിനേറ്റ് ബോണ്ടിങ് നമുക്ക് പഠിക്കാനുണ്ട്. അതേമാതിരി ബാക്ക് ബോണ്ടിങ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. അതേമാതിരി ഹൈഡ്രജൻ ബോണ്ടിങ്ങും നമുക്ക് അറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുക അയോണിക് ബോണ്ടിങ്ങും കോവാലൻ ബോണ്ടിങ്ങും അതേമാതിരി ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഇവിടെ നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുക. കോർഡിനേറ്റ് ബോണ്ടിങ് ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് കോർഡിനേറ്റ് കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്റർ വരുന്നുണ്ട്. അതേമാതിരി ബാക്ക് ബോണ്ടിങ്ങും വല്ലാതെ നമ്മൾ ബ്ലോക്ക് ചാപ്റ്റേഴ്സിലൊക്കെയാണ് നമ്മൾ പറയുക, ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത്, അതായത് കെമിക്കൽ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വ്യത്യസ്തമായ തിയറീസ് വന്നിരുന്നു. അതിൽ ഫസ്റ്റ് വന്ന തിയറിയാണ് ലീവിസ് കോസൽ അപ്രോച്ച് എന്ന് പറയുന്ന ഫസ്റ്റ് തിയറി. ഓക്കെ, ഇതിൽ ഒരു പോസ്റ്റ്ലേറ്റ്, ഇതിൽ ഒരു ചെറിയൊരു ഭാഗമാണ് ഒക്ടറ്റ് റൂൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേമാതിരി രണ്ടാമത് വന്ന തിയറിയാണ് വാലൻസ് ബോണ്ട് തിയറി. മൂന്നാമത് വന്ന തിയറിയാണ് VSEPR തിയറി, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. അതേമാതിരി നാലാമത് വന്ന തിയറിയാണ് MOT അല്ലെങ്കിൽ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഓക്കെ, അപ്പോൾ നമുക്ക് നീറ്റ് നോക്കുമ്പോൾ നമുക്ക് വേറെ JEEൻ്റെ എക്സാംസ് ആയാലും നോക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ് ഒന്ന് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറിയും MOT എന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് കോസൽ ലീവിസ് അപ്രോച്ച് പറയുന്നത്. ഓക്കെ, കോസൽ ലീവിസ് അപ്രോച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും മിക്ക ആളുകളും അവരുടെ വാലൻസ് ഷെല്ലിൽ എന്തുണ്ട്, 8 ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഒക്ടറ്റ് റൂൾ. അതായത് വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉള്ള സ്പീഷീസൊക്കെ സാധാരണഗതിയിൽ റിയാക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ വേറെ സ്പീഷീസ്, അതായത് വേറെ ആറ്റംസ് ഒക്കെ എന്ത് ചെയ്യും,
അതായത് അവരെന്ത് ചെയ്യും, ഇലക്ട്രോണുകളെ ഒന്നെങ്കിൽ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടോ അവരെന്ത് ചെയ്യും, അവരെ വാലൻസ് ഷെല്ലിൽ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. ഈ ഒരു റൂളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഒക്റ്ററ്റ് റൂൾ എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ദ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ വിത്ത് ഈച്ച് അതർ ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് their respective octets, that is 8 electrons in their outermost shell or valence shell. എങ്ങനെയാണ്, either by sharing, ഷെയർ ചെയ്തുകൊണ്ട്, ദാറ്റ് ഈസ് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് കോവലന്റ് ബോണ്ടും കോഡിനേറ്റ് ബോണ്ടൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസും നമുക്ക് പറയാൻ പറ്റും. ഇനി ഇങ്ങനെ ഉദാഹരണം ഇപ്പോൾ ഹൈഡ്രജൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, 8 ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. H2ൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, H2ൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇറ്റ് ഈസ് ഡ്യൂപ്ലെറ്റ് എന്ന് പറയാം. കാരണം അവർ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്തേ ഉള്ളൂ, 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെ കേസിൽ 2 ഇലക്ട്രോൺ ആണ്, ഡ്യൂപ്ലെറ്റ് ആണ് വേണ്ടത്. ബാക്കി എല്ലാ കേസിലും എന്ത് ചെയ്യുക, 8 ഇലക്ട്രോൺസ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത് എന്നാണ് ഒക്റ്ററ്റ് റൂൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ നമുക്കറിയാം ഏതൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാലും വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് ആണ് എന്തിൽ പങ്കെടുക്കുക, റിയാക്ഷനിൽ പങ്കെടുക്കുക. ഇന്നർ കോർ ഇലക്ട്രോൺസ് സാധാരണ പങ്കെടുക്കാറില്ല. ഓക്കെ, അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്, ലീവിസ് സിമ്പിൾസ് കൊണ്ടുവരുന്നത്. ഈ ലീവിസ് സിമ്പിൾസ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലീവിസ് സിമ്പിൾസ് നമ്മൾ എന്താ ജസ്റ്റ് ചെയ്യുക, എലമെൻറ്റിൻ്റെ കൂടെ ജസ്റ്റ് ഡോട്ട് കൊടുത്തിട്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വാലൻസ് ഇലക്ട്രോൺസ് റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് ആർ ഷോൺ ആസ് ഡോട്ട്സ് സറൗണ്ടിങ് ദ സിമ്പിൾ ഓഫ് ദി ആറ്റം എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലിഥിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 1s2 2s1 ആണ് അല്ലേ. അപ്പോൾ എന്താ, ഒരു ഇലക്ട്രോണെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതേമാതിരി ബെരിലിയം ആണെങ്കിൽ 2s2 അല്ലേ, ബോറോൺ ആണെങ്കിൽ 2s2 2p1, കാർബൺ ആണെങ്കിൽ 4 ഇലക്ട്രോൺസ് ഉണ്ടാവും, നൈട്രോജൻ 5 ഇലക്ട്രോൺസ് ഉണ്ടാവും, ഓക്സിജൻ ആണെങ്കിൽ 6 ഇലക്ട്രോൺസ് നമുക്ക് വാലൻസ് ഷെല്ലിൽ കാണാൻ പറ്റും. ഇങ്ങനെ കാണുന്ന ഈ വാലൻസ് ഇലക്ട്രോൺസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലീവിസ് ഡോട്ട് സ്ട്രക്ചർ പറയും. അതേമാതിരി നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് വാലൻസി എന്ന് പറഞ്ഞാൽ എല്ലാവരും കേട്ടിട്ടുണ്ട്. വാലൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് എൻ ആറ്റം വിത്ത് അതർ ആറ്റംസ് എന്നൊക്കെ പറയും. വാലൻസി ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ള സംഭവം എന്ന് വെച്ചാൽ അയോണിക് ബോണ്ടാണ്. ഫസ്റ്റ് ടൈപ്പ് ബോണ്ടാണ് അയോണിക് ബോണ്ട്. ഓക്കെ, അപ്പോൾ അയോണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് 2 ആറ്റം അടുത്ത് വന്നു കഴിഞ്ഞാൽ 2 ആളുകൾ അല്ലെ 2 ആറ്റത്തിൻ്റെ ഇടയിൽ നിന്നുണ്ടാകും കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും. ഇങ്ങനെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാകുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അയോണിക് ബോണ്ട്. ദാറ്റ് ഈസ് എ ബോണ്ട് ഈസ് ഫോംഡ് ബൈ കംപ്ലീറ്റ് ട്രാൻസ്ഫർ അല്ലേ, ബൈ കംപ്ലീറ്റ് transfer of electrons from one atom to another atom so as to complete their outermost orbits by acquiring 8 electrons. octet ഫില്ല് ചെയ്യാൻ നോക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് സോഡിയം എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് സോഡിയം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സോഡിയത്തിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരുന്നത് നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് 281 എന്ന് വെച്ചാൽ നമുക്ക് സോഡിയത്തിന് റെപ്രസെൻറ്റ് എന്താ Na അല്ലേ, പുറത്ത് എന്ത് ചെയ്യുക, ഒരു ഇലക്ട്രോൺ നമുക്ക് കാണാൻ പറ്റും അല്ല ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ. അതേമാതിരി നമ്മൾ ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെ 287 ആണ് വരുന്നത് അല്ലേ. എന്ന് വെച്ചാൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, 7 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് എന്താ ചെയ്യുക, ഇവർ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുക, ഇവരും ഒക്റ്ററ്റ് ആകും. ക്ലോറിൻ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരും എന്ത് ചെയ്യും, ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ക്ലോറിൻ സോഡിയം എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ഇവിടുന്ന് ഇങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും അത് കാരണം എന്ത് ചെയ്യുക, എന്തായി മാറും, Na+ ആയി മാറും, Cl എന്തായി മാറും, Cl- ആയി മാറും. സോ ഇവിടെ 2,8 എന്ന ഇലക്ട്രോണിക് സ്റ്റേബിളായ ഒക്റ്ററ്റ് കോൺഫിഗറേഷൻ വരും. ഇവിടെ 2,8,8 എന്ന സ്റ്റേബിളായ കോമ്പിനേഷൻ വരും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഒരു പോസിറ്റീവ്ലി ചാർജ് ആയ കാറ്റോണും ഒരു നെഗറ്റീവ്ലി ചാർജ് ആയ ആന്റിയോണും ഉണ്ടാവും. ഇവരിടയിൽ ഉണ്ടാകുന്ന ദാറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ദാറ്റ് ബോണ്ട് ഈസ് നോൺ ആസ് അയോണിക് ബോണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇങ്ങനെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ വഴി ഒരു ബോണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ വഴി ഒരു ബോണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് നോൺ ആസ് എൻ അയോണിക് ബോണ്ട്. ഓക്കെ, അതിൻ്റെ ഫിഗേഴ്സ് നമ്മളിവിടെ കാണുന്നത് സോഡിയത്തിൻ്റെ കേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേമാതിരി ഇതാ Na2S സോഡിയം സൾഫൈഡിൻ്റെ കേസിലുള്ള എക്സാമ്പിൾ നമ്മൾ കാണുന്നത്. ഇവിടെ എന്ത് ചെയ്യുക, Na2S ആണ് അല്ലേ, Na2S ഉണ്ടാകണം. അതിന് സൾഫറിന് 2 ഇലക്ട്രോൺ വേണം. ആ 2 ഇലക്ട്രോൺ ഓരോ സോഡിയത്തിലെ 2 സോഡിയം ആറ്റത്തിൽ നിന്ന് ഓരോ ഇലക്ട്രോൺ വീതം സ്വീകരിച്ചിട്ട് Na+, 2 Na+ഉം S2- കമ്പൈൻ ചെയ്തിട്ടാണ് Na2S എന്ന ഒരു അയോണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. ഇങ്ങനെ എത്ര ഇലക്ട്രോൺ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ ടേം നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ വാലൻസി എന്ന് പറയും. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻ ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ആൻ അയോണിക് ബോണ്ട്, അതിനെ നമ്മൾ വിളിക്കുക ഇലക്ട്രോ വാലൻസി എന്നൊക്കെ വിളിക്കുക. ഓക്കെ, റെഡി അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ട സംഭവം അയോണിക് ബോണ്ട് ഉണ്ടാക്കാൻ ഫേവറബിൾ ആയ കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് നോക്കേണ്ടത്. അതിനു മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം, സാധാരണഗതിയിൽ അല്ലേ അയോണിക് ബോണ്ട് എന്ന് പറയുമ്പോൾ ഒരു ആറ്റം ഇലക്ട്രോണെ ലൂസ് ചെയ്യും, ഒരു ആറ്റം ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുകയും ചെയ്യണം. ഇവിടെ ഉദാഹരണമായിട്ട് സോഡിയം ഇലക്ട്രോണെ ലൂസ് ചെയ്യണം. സോ സാധാരണഗതിയിൽ ഇവിടെ ഉണ്ടാകുക മെറ്റൽസ് ആണ് സാധാരണ കാറ്റയോണിക് പാർട്ടായിട്ട് ഉണ്ടാകുക. അതേമാതിരി നോൺ മെറ്റൽസ് ആണ് ആനിയോൺ പാർട്ടായിട്ട് ഉണ്ടാവുക.
ഓക്കെ, അപ്പം എങ്ങനെയാണ് അയോണിക് ബോണ്ട് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, മെറ്റൽ എന്ത് ചെയ്യണം, ഇലക്ട്രോൺ ലൂസ് ചെയ്യണം. എത്രയും പെട്ടെന്ന് നോൺ മെറ്റൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. മാത്രമല്ല ഇവരുടെ ഇടയിൽ നല്ല ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ഈ 3 കാര്യങ്ങളാണ് അയോണിക് ബോണ്ടിന്റെ ഫോർമേഷന് കാരണമാവുക. ദാറ്റ് ഈസ് ഫാക്ടേഴ്സ് ഗവർണിംഗ് ദ ഫോർമേഷൻ ഓഫ് അയോണിക് ബോണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഫസ്റ്റ് വൺ വരുന്നത് അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. ദാറ്റ് ഈസ് നമ്മളുടെ ആറ്റം, ദാറ്റ് ഈസ് ദ എലമെന്റിലെ മെറ്റലിലെ ആ മെറ്റലിലെ അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കുറവാകണം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇലക്ട്രോൺ ലൂസ് ചെയ്യാൻ പറ്റും. ദ ലോവർ ദ വാല്യൂ ഓഫ് അയോണൈസേഷൻ എനർജി ഓഫ് ആൻ ആറ്റം ഗ്രേറ്റർ വിൽ ബി ദ ഈസ് ഓഫ് ഫോർമേഷൻ ഓഫ് കാറ്റയോൺ ഫ്രം ഇറ്റ് എന്നൊക്കെ പറയാൻ പറ്റും. അതേമാതിരി തന്നെ നമുക്ക് രണ്ടാമത് പറയാൻ പറ്റുന്ന കണ്ടീഷനാണ് ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ദാറ്റ് ഈസ് സെക്കൻഡ് കേസിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യണം, ദാറ്റ് ഈസ് നമ്മളെ നോൺ മെറ്റൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം, ഇലക്ട്രോണ് ഗെയിൻ ചെയ്യാൻ സഹായിക്കണം. ഗെയിൻ ചെയ്തിട്ട് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ചെയ്യണം. അതാണ് രണ്ടാമത് നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ അഫിനിറ്റി. ദ ഹയർ ദ ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് എൻ ആറ്റം ദർ ഇസ് നോൺ മെറ്റൽ ദ ഗ്രേറ്റർ വിൽ ബി ദ ഈസ് ഓഫ് ഫോർമേഷൻ ഓഫ് ആനിയോൺ ഫ്രം ഇറ്റ്. അപ്പോൾ വളരെ പെട്ടെന്ന് കാറ്റയോണും വളരെ പെട്ടെന്ന് ആനിയോണും ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ നല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവണം. അവർ അട്രാക്ഷൻ കാരണം ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ചെയ്യണം. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എനർജി. ആൻഡ് ദാറ്റ് ലാറ്റിസ് എനർജി മസ്റ്റ് ബി വെരി ഹൈ. അതും എന്താകണം, വളരെ ഹൈ ആകണം എന്ന് നമ്മൾ പറയും. That is, lattice energy is the amount of heat evolved when 1 mole of an ionic compound is formed from positive and negative ions in gaseous form എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കുറയണം, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റി കൂടണം, ലാറ്റിസ് എൻതാൽപ്പിയും അല്ലെങ്കിൽ ലാറ്റിസ് എനർജിയും കൂടണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് അയോണിക് ബോണ്ട് ഫോം ചെയ്യുകയുള്ളൂ. അതേമാതിരി തന്നെ ലാറ്റിസ് എനർജിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ചാർജ് കൂടിയാൽ അല്ലേ, ചാർജ് കൂടിയ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കാറ്റയോണും ആനിയോണും ചാർജ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലാറ്റിസ് എനർജി കൂടും. അതേമാതിരി എന്ത് ചെയ്യുക, സൈസ് കൂടി കഴിഞ്ഞാൽ ലാറ്റിസ് എനർജി കുറയുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതൊക്കെ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി അയോണിക് കോമ്പൗണ്ട്സിന് പ്രത്യേകം എന്താ നമുക്ക് കാണാൻ പറ്റും, സാൾട്ട് അല്ലേ, സോഡിയം ക്ലോറൈഡ്, സ്റ്റേബിൾ സാൾട്ട്, റോക്ക് സാൾട്ട് എന്നൊക്കെ പറയുന്ന ഈ സാൾട്ട്, ഇവരൊക്കെ പ്രത്യേകം എന്താ, അയോണിക് കോമ്പൗണ്ട്സ് ഒക്കെ ദേ ആർ യൂഷ്വലി എന്താണ്, ദേ യൂഷ്വലി എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റിലാണ് കാര്യമായിട്ട് കാണുക. ദേ ആർ ഹാവിങ് എ വെൽ ഡിഫൈൻഡ് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റും. അതേമാതിരി ഇവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ ഹൈ ആണ്. അതേമാതിരി ദേ ഹാവ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മോൾട്ടൺ അല്ലെങ്കിൽ അക്വസ് സ്റ്റേറ്റിൽ ആണ് ഇവർ നല്ല എന്ത് ചെയ്യുക, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, റെഡി അല്ലേ? ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് എന്ത് നോക്കാം, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബോണ്ട് ദാറ്റ് ഈസ് കോവാലന്റ് ബോണ്ട് എന്ന് പറയും അല്ലേ. അപ്പോൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ബോണ്ട് ഉണ്ടാകുന്നത്, ഇവിടെയും എന്ത് ചെയ്യുക, ആറ്റംസ് കമ്പൈൻ ചെയ്യുകയാണ്. എങ്ങനെ കമ്പൈൻ ചെയ്യുന്നത്, ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് ബൈ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഇങ്ങനെ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് എന്തിനാണ് ചെയ്യുന്നത്, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ. ദാറ്റ് ഈസ് ദ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ 2 atoms by mutual sharing of electrons between them so as to complete their octet is called covalent bond എന്ന് പറയാൻ പറ്റും. ഇനി ഇങ്ങനെ എത്ര ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്ത് അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോവാലൻസി എന്ന് പറയും അല്ലേ. എത്ര ഇലക്ട്രോൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് ആറ്റം ഈസ് നോൺ ആസ് കോവാലൻസി എന്ന് പറയാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിളായി നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസാണ് ഹൈഡ്രജൻ്റെ കേസ് അല്ലേ. നമുക്ക് ഹൈഡ്രജൻ അറിയാം, ഹൈഡ്രജൻ്റെ കേസിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ്റെ കേസിൽ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ എന്ത് ചെയ്യണം, നമുക്കറിയാം ഹൈഡ്രജൻ ഒക്ടറ്റിന് വേണ്ടി ഡ്യൂപ്ലെറ്റ് ആണ് വേണ്ടത് അല്ലേ, 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്യണം. അപ്പോൾ 2 ഹൈഡ്രജൻ അടുത്ത് വന്നിട്ട് ഇവരെന്ത് ചെയ്യും, ഇത് ഷെയറിങ്ങിന് വെക്കും. അപ്പോൾ ഇത് ഷെയറിങ്ങിന് വെക്കുമ്പോൾ എന്ത് ചെയ്യും, ഇവർ 2 പേരും ഇങ്ങനെ ഷെയർ ചെയ്യും. ഇങ്ങനെ 2 പേരും ഷെയർ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, there will be a bond. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടായ ബോണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കുക അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ പ്രൊവൈഡ് ചെയ്ത് അല്ലേ, ഹൈഡ്രജൻ ആറ്റം ഒരു ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതേപോലെ ഈ ഹൈഡ്രജൻ ആറ്റം ഒരു ഇലക്ട്രോൺ കോൺട്രിബ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് മ്യൂച്വൽ ഷെയറിങ്. 2 പേരും ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ കോവാലന്റ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. വേറെ ടൈപ്പ് ബോണ്ട് നിങ്ങൾ പഠിക്കും, കോർഡിനേറ്റ് ബോണ്ട്. ഈ കോർഡിനേറ്റ് ബോണ്ടിൽ പ്രത്യേകം എന്താ, കോർഡിനേറ്റ് ബോണ്ടിൽ പ്രത്യേകത നിങ്ങൾ കാണും. കോർഡിനേറ്റ് ബോണ്ടിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഫോർ കോർഡിനേറ്റ് ബോണ്ടിൽ എന്ത് ചെയ്യുക, മ്യൂച്വൽ ഷെയറിംഗ് അല്ല, ദാറ്റ് ഈസ് ഒരൊറ്റ ആറ്റം തന്നെ 2 ഇലക്ട്രോണെയും എന്ത് ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യും. അവിടെ മ്യൂച്വൽ ഷെയറിംഗ് അല്ല, ജസ്റ്റ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു ബോണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോർഡിനേറ്റ് ബോണ്ട് എന്നൊക്കെ വിളിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും, ഓക്കെ NH3 അമോണിയ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം NH3 അല്ലേ, അമോണിയക്ക് ഒരു ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയർ അല്ലേ, ഇയാളെടുത്ത് നമ്മൾ എന്ത് ചെയ്തു, H+ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം H+ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വേക്കൻ്റായ ഓർബിറ്റൽ അല്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ 2 ഇലക്ട്രോൺ പെയറിനെ അല്ലേ, ഈ ഇലക്ട്രോൺ പെയറിന് എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യുകയും അത് കാരണം ഇവിടെ ഉണ്ടാകുന്ന ബോണ്ട് ദാറ്റ് ഈസ് NH3 എന്ത് ചെയ്യും, ഹൈഡ്രജൻ ബോണ്ട്. ആ ടൈപ്പ് ബോണ്ടിനെയാണ്. പക്ഷെ ഇവിടെ എന്താ, ഈ 2 ഇലക്ട്രോണിനെയും പ്രൊവൈഡ് ചെയ്ത് ആര് തന്നെയാണ്, ഇവിടുത്തെ നൈട്രജൻ ആണ്. അതുകൊണ്ട് ഇതെന്തിൻ്റെ എക്സാമ്പിളാണ്, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ
കോർഡിനേറ്റ് ബോണ്ട്, ദാറ്റ് ഈസ് നൈട്രജൻ ഹൈഡ്രജൻ ആണ് ഇലക്ട്രോൺ പെയർ ദാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളിങ്ങനെ ഒരു ആരോ മാർക്ക് വെച്ച് റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഈ ടൈപ്പ് ബോണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോർഡിനേറ്റ് ബോണ്ട് എന്നൊക്കെ വിളിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് കോവാലന്റ് ബോണ്ട് വെച്ച് കണ്ടിന്യൂ ചെയ്യാം. കോർഡിനേറ്റ് ബോണ്ടിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കും. യു ഹാവ് എൻ ചാപ്റ്റർ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള ജസ്റ്റ് ഇവിടെ 1-2 എക്സാമ്പിൾസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്സിജൻ കേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്സിജനിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 6 ഇലക്ട്രോൺസിൽ ഇവർ ഒക്റ്ററ്റ് കിട്ടണമെങ്കിൽ രണ്ട് ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണേയും ഇവിടെ ഒരു ഇലക്ട്രോണേയും ഷെയർ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, എന്ത് സംഭവിക്കുക, ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഓക്സിജൻ എന്ത് ചെയ്യുക, രണ്ട് ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്താൽ ഇവിടെ എന്തുണ്ടാകും, ഡബിൾ ബോണ്ട് ഉണ്ടാകുന്നത് കാണാൻ പറ്റും. അതേമാതിരി നൈട്രജൻ കേസിൽ വാലൻസ് ഇലക്ട്രോൺസ് 5 ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 3 ഇലക്ട്രോൺ പെയറുകളെ ഷെയർ ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാകും, n ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാകുന്നത് കാണാൻ പറ്റും. ഇനി അല്ലാതെ ഡിഫറെൻറ്റ് ആറ്റംസും കമ്പൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ട അമോണിയൻ്റെ കേസ് നൈട്രജൻ 3 ഇലക്ട്രോൺ പെയറിനെ ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്യും. അതിലൊരു പെയർ മാത്രം എന്ത് ചെയ്യും, ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ നിൽക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. റെഡി? ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്ന ലീവിസ് ഡോട്ട് സ്ട്രക്ചേഴ്സ് ആണ്. ഇവിടെ കുറച്ച് ലീവിസ് ഡോട്ട് സ്ട്രക്ചേഴ്സ് ഞാൻ തന്നിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കാണാൻ നിങ്ങൾക്ക് കാർബൺ മോണോക്സൈഡിൻ്റെ CO2, കാർബൺ ഡയോക്സൈഡിൻ്റെ O2, H2O2 ഇങ്ങനത്തെ കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ എന്തുണ്ട് ലീവിസ് ഡോട്ട് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. റെഡി? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫജാൻസ് റൂളാണ്. ഓക്കെ, ഫജാൻസ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു അയോണിക് കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് 100% അത് അയോണിക് എന്ന് പറയാൻ പറ്റില്ല. അതിൽ കുറച്ച് എന്തുണ്ടാകും, കുറച്ചൊരു കോവലന്റ് ക്യാരക്ടർ കാണാൻ പറ്റും. അപ്പോൾ ഒരു അയോണിക് കോമ്പൗണ്ടിൽ എത്രമാത്രം കോവലന്റ് ക്യാരക്ടർ ഉണ്ട് എന്ന് പറയുന്ന ഒരു റൂളാണ് ഫജാൻസ് റൂള്. ഈ ഫജാൻസ് റൂള് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഫസ്റ്റ് പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ കാറ്റയോൺ എങ്ങനെ ആകണം, ആനിയോൺ എങ്ങനെ ആകണം. അപ്പോൾ നിങ്ങൾ നോക്കുക, കാറ്റയോൺ സാധാരണഗതിയിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണ്. ഈ കാറ്റയോൺ എന്ത് ചെയ്യും, ഈ കാറ്റയോൺ പോസിറ്റീവ്ലി ചാർജ് അയോൺ ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആനിയോൺ ഉണ്ട്. റെഡി അല്ലേ? അപ്പോൾ നമുക്കറിയാൻ പറ്റും പോസിറ്റീവ്ലി ചാർജ്ഡ് കാറ്റയോൺ എന്താകണം, വെരി സ്മോൾ സൈസ് ആകണം. അങ്ങനെ വെരി സ്മോൾ സൈസ് ആയാൽ ഇയാൾ എന്ത് ചെയ്യും, ഇയാൾ അഡ്ജസ്റ്റൻ്റ് ആയ ഇലക്ട്രോൺ ക്ലൗഡിന് ആനിയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിന് അയാളുടെ അടുത്തോട്ട് പുൾ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ കാറ്റയോണിൻ്റെ എന്ത് ചെയ്യണം, സൈസ് നന്നായി കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല രീതിയിൽ പുൾ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ എന്ന് പറയാം. പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ പോളറൈസിങ് പവർ ഓഫ് കാറ്റയോൺ കൂടും. അപ്പോൾ ഇയാൾ നന്നായി ആനിയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ വലിക്കുകയും അത് കാരണം എന്ത് സംഭവിക്കും, അത് കാരണം നമുക്ക് പറയാൻ പറ്റും അവിടെ ഒരു കോവാലന്റ് നേച്ചർ ഉണ്ടാവുകയും ചെയ്യും. ദാറ്റ് ഈസ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ബെരീലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഇവിടെ ക്ലോറൈഡ്സ് ആണ് കാണുന്നത്. അതിൽ ബെരീലിയത്തിൻ്റെ സൈസാണ് ഏറ്റവും കുറവ്. അതുകൊണ്ട് അയാൾ നല്ല രീതിയിൽ വിളിക്കുമ്പോൾ അവിടെ കോവാലന്റ് ക്യാരക്ടർ നന്നായി കൂടും. സോ ബെരീലിയം ക്ലോറൈഡിനാണ് എന്ത് ചെയ്യുക, നമുക്ക് കാണാൻ പറ്റും ബെരീലിയം ക്ലോറൈഡ് വിൽ ബി ഹാവിങ് മോർ കോവാലന്റ് ക്യാരക്ടർ ദാൻ മെഗ്നീഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, സ്ട്രോൺഷ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ് എന്നൊക്കെ പറയാൻ പറ്റും. രണ്ടാമത് നമ്മൾ പറയുമ്പോൾ ആനിയോണിൻ്റെ കേസിൽ ആനിയോണിൻ്റെ കേസിൽ നെഗറ്റീവ്ലി ചാർജ് സ്പീഷീസ്. ഓക്കെ, ആനിയോണിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട സംഭവം, ആനിയോണിൻ്റെ സൈസ് എന്ത് ചെയ്യണം, കൂടണം. ഓക്കെ, അപ്പോൾ സൈസ് കൂടിയാലുള്ള മെച്ചം എന്താ, സൈസ് കൂടി കഴിഞ്ഞാൽ ഉള്ള മെച്ചം എന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോൺ ക്ലൗഡ് നല്ല രീതിയിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നല്ല രീതിയിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാറ്റയോൺ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, കാറ്റയോൺ അത് പുള്ള് ചെയ്യാൻ വളരെ സുഖകരം. ഓക്കെ, ആനിയോണിൻ്റെ ഇലക്ട്രോൺ ക്ലൗഡ് വളരെ ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ലാർജ് നെഗറ്റീവ് അയോൺ, ദാറ്റ് ഈസ് ആനിയോണിൻ്റെ സൈസ് വളരെ വലുതാണെങ്കിൽ എന്ത് ചെയ്യും, കോവാലന്റ് ക്യാരക്ടർ കൂടും എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളറൈസബിലിറ്റി ഓഫ് ആനിയോൺ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും NaI ഉണ്ട്, NaBr ഉണ്ട്, NaCl ഉണ്ട്, NaF ഉണ്ട്. അപ്പോൾ ഇതിൽ ആനിയോൺ എന്ത് ചെയ്യുക, കാറ്റയോൺ സെയിം ആണ്. ആനിയോൺ ഇവിടെ I- ആണ് വരുന്നത്. I- വെരി ലാർജ് ആനിയോൺ കമ്പയർഡ് ടു Br-, Cl-, F-. അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും NaIയിൽ സോഡിയം കാറ്റയോണ് I- ഇലക്ട്രോൺ ക്ലൗഡിനെ വളരെ പെട്ടെന്ന് പുള്ള് ചെയ്തിട്ട് കോവാലന്റ് ക്യാരക്ടർ കൂട്ടാൻ കഴിയും. അതുകൊണ്ടാണ് NaI ഈസ് മോർ കോവാലന്റ് ദാൻ NaBr ഗ്രേറ്റർ ദാൻ NaCl ഗ്രേറ്റർ ദാൻ NaF എന്ന് പറഞ്ഞാൽ. അതേമാതിരി തന്നെ ചാർജ് ഓൺ അയോൺസ് കൂടി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്ത് ചെയ്യുക, ഇലക്ട്രോൺ ക്ലൗഡ് പെട്ടെന്ന് ഡിസ്റ്റോർട്ട് ആകുകയും അവിടെ എന്ത് ചെയ്യുക, കോവാലന്റ് ക്യാരക്ടർ കൂടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മൾ കാണുന്ന സംഭവമാണ് ഒരു കാറ്റയോണിൻ്റെ കേസിൽ സ്യൂഡോ നോബൽ ഗ്യാസ് കോൺഫിഗറേഷനുള്ള കാറ്റയോണ് പോളറൈസിങ് പവർ കൂടുതലായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്.
That is നമുക്ക് പറയാൻ പറ്റും it has been observed a cation that is having 18 electrons S2p6d10 that is എന്താണ് pseudo noble gas configuration ഉള്ള ഇവർക്ക് എന്തുണ്ട് they can polarize the anion more than cation having noble gas configuration. അപ്പോൾ pseudo noble gas configuration ഉള്ള that is S2p6d10 configuration ഉള്ള cation നല്ല രീതിയിൽ എന്ത് ചെയ്യും polarize ചെയ്യാൻ പറ്റും. So they will be more covalent. അതുകൊണ്ടാണ് Na+ഉം Cu+ എന്ന് നോക്കുമ്പോൾ Cu+ is a എന്താണ് Cu+ is having pseudo noble gas configuration അല്ലേ pseudo noble gas configuration ആണ് അതുകൊണ്ട് they will be more covalent than NaCl. that is നമുക്ക് പറയാൻ പറ്റും transition metal cations having pseudo noble gas configuration will be എന്താണ് will be having more എന്താണ് polarizing power, so they will increase the covalent character in their ionic compounds എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര നേരം നമ്മൾ പഠിച്ച ഒക്റ്ററ്റ് റൂള് എപ്പോഴും അപ്ലിക്കബിൾ ആണോ എന്നതാണ് ചോദ്യം. ഓക്കെ നമ്മൾ അയോണിക് ബോണ്ട് കണ്ടു അല്ലേ, അയോണിക് ബോണ്ട് കണ്ടു, അതേമാതിരി കോവാലൻ ബോണ്ട് കണ്ടു, അതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക ഫജാൻസ് റൂളൊക്കെ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ ഒക്റ്ററ്റ് റൂള് കംപ്ലീറ്റ് ആണെങ്കിൽ വേറെ റൂളിലൊന്നും ആവശ്യമില്ല, പുതിയ നിയമങ്ങൾ ആവശ്യമില്ല. പക്ഷെ നമുക്ക് കാണാൻ പറ്റും ഒക്റ്ററ്റ് റൂളിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒക്റ്ററ്റ് റൂൾ ഈസ് ബേസ്ഡ് ഓൺ ദ ഇനേർട്ട്നെസ് ഓഫ് നോബിൾ ഗ്യാസസ് ബിക്കോസ് ദേ ആർ ഹാവിങ് സ്റ്റേബിൾ അല്ലേ 8 electrons in their valence electrons, so they don't react. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഒക്റ്ററ്റ് റൂൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈവൻ നോബിൾ ഗ്യാസസ് റിയാക്ട് അല്ലേ, XeF2 അല്ലേ, സിനോണിൻ്റെ എന്ത് ചെയ്യുക ഫ്ലൂറൈഡ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് എന്ത് ചെയ്യുക ഈവൻ നോബിൾ ഗ്യാസ് റിയാക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവർ തന്നെ എന്ത് ചെയ്യുക റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒക്റ്ററ്റ് അല്ല കാരണം എന്ന് നമുക്ക് മനസ്സിലായി. ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ അതായിരുന്നു. അതേമാതിരി തന്നെ ഒക്റ്ററ്റ് റൂളിൽ എന്ത് സംഭവിച്ചില്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല, അതായത് ഷേപ്പ് ഓഫ് മോളിക്യൂൾസോ അല്ലെങ്കിൽ ബോണ്ട് എനർജീനെ കുറിച്ചോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, അങ്ങനത്തെ ഒരു ഐഡിയ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ കണ്ട ഒരുപാട് കോമ്പൗണ്ട്സ് എന്ത് ചെയ്യും അവർ ഒക്റ്ററ്റ് റൂൾ ഒബേ ചെയ്യുന്നില്ല. അതിൽ ചില കോമ്പൗണ്ട്സ് ആയിരുന്നു നമുക്ക് പറയാൻ പറ്റുന്ന ചില കോമ്പൗണ്ട്സ് ആയിരുന്നു ഏത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയ കോമ്പൗണ്ട്സ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എന്തില്ല ഒക്റ്ററ്റ് ഒബേ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് they are not having valid എന്താണ് 8 electrons in their they are not having valence 8 electrons in their valence shell. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക BeCl2 ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, BeCl2 ബെരീലിയം ക്ലോറൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അവർ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ അല്ലേ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ, 4 ഇലക്ട്രോൺസ് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതേമാതിരി BF3 ഒക്കെ എടുത്ത് നോക്കിയാൽ എന്താ BF3 ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റും ദർ ആർ ഹാവിങ് ഓൺലി 6 ഇലക്ട്രോൺസ്, 6 ഇലക്ട്രോൺസ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതേമാതിരി അടുത്ത കേസ് നമ്മൾ പറഞ്ഞതാണ് ഏത് നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് ഒക്റ്ററ്റ്. ദാറ്റ് ഈസ് എന്താ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഒക്റ്ററ്റിന് ദാറ്റ് ഈസ് 8 ഇലക്ട്രോണിനെക്കാട്ടിലും കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള വാലൻസ് ഷെല്ല് 8 ഇലക്ട്രോൺസിനെക്കാട്ടിലും കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ള കോമ്പൗണ്ട്സുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിളാണ് PCl5 SF6 ഒക്കെ അല്ലേ. അതായത് PCl5ൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ നോക്കുമ്പോൾ അല്ലേ, PCl5ൻ്റെ സ്ട്രക്ചറൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും PCl5ൽ ഫോസ്ഫറസിന് ചുറ്റും എത്ര ബോണ്ടുകളുണ്ട്, 5 ബോണ്ടുകളുണ്ട്. ദാറ്റ് മീൻസ് ദേ ആർ ഹാവിങ് ഓൾമോസ്റ്റ് എത്രയാണ് ഫോസ്ഫറസിന് ചുറ്റും ഓൾമോസ്റ്റ് എത്രയുണ്ട് 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ 10 ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് SF6ന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ട് 12 ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇലക്ട്രോൺ ഡെഫിഷ്യൻ കോമ്പൗണ്ട്സും ഇലക്ട്രോൺ റിച്ച് കോമ്പൗണ്ട്സും ഒക്കെ എന്ത് ചെയ്യും ഒക്റ്ററ്റ് റൂള് ഒബേ ചെയ്യുന്നില്ല നമുക്ക് പറയാൻ പറ്റും. അതേമാതിരി തന്നെ നമുക്ക് ഒരുപാട് ഓഡ് ഇലക്ട്രോൺ ബോണ്ടുകളുണ്ട് അല്ലേ, ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ NO ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് നമുക്ക് ടോട്ടൽ ഇലക്ട്രോൺസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അവിടെ എന്താ മൊത്തം കൗണ്ട് ചെയ്യുമ്പോൾ തന്നെ എന്താ ഈവൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ല. നൈട്രജൻ്റെ കേസിൽ 7ഉം ഓക്സിജൻ്റെ കേസിൽ എത്ര വരിക 8 അല്ലേ, 8 ആണ് വരിക. ദാറ്റ് ഈസ് 15 ഇലക്ട്രോൺസ്. അപ്പോൾ അതൊക്കെ എന്താ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസാണ്. ഇങ്ങനത്തെ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസിൽ എന്ത് ചെയ്യൂല ഒക്റ്ററ്റ് റൂള് ഒബേ ചെയ്യൂല. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്റ്ററ്റ് റൂളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം ഒക്റ്ററ്റ് റൂൾ അത്രയധികം നല്ല ഒരു തിയറി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഫസ്റ്റ് നമുക്കൊരു ഐഡിയ തന്ന റൂളാണ് ഒക്റ്ററ്റ് റൂള്. ഓക്കെ ഇങ്ങനെ വന്നപ്പം നമ്മൾ വേറെ തിയറി ഒക്കെ അന്വേഷിച്ച് പോയി. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക കുറച്ച് ബോണ്ട് പാരാമീറ്റേഴ്സ് പഠിക്കണം. ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ദിറ്റ് ഈസ് ബോണ്ട് ലെങ്ത് ആണ്. ബോണ്ട് ലെങ്ത് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് 2 ഹൈഡ്രജൻ ആറ്റം ഒന്നിച്ച് വരുമ്പോൾ ഓക്കെ ഇനി അങ്ങോട്ട് അടുക്കാൻ കഴിയുമോ ഇല്ല, ബിക്കോസ് ഇനി അങ്ങോട്ട് അടുത്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഇല്ലേ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ 2 ആറ്റത്തിനിടയിലും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. അവിടെ ഒരു ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ബോണ്ട്
ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ദ ന്യൂക്ലിയർ ഓഫ് ടു ബോണ്ടഡ് ആറ്റംസ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കാം. ഇനി ബോണ്ട് ലെങ്ത്തിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നോക്കണം. അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് സൈസ് ഓഫ് ആറ്റംസ്. ആറ്റത്തിൻ്റെ സൈസുകൾ കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബോണ്ട് ലെങ്ത് കൂടും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, HI, SBr, HCl, HF എന്ന് പറയുമ്പോൾ HIൻ്റെ ബോണ്ട് ലെങ്ത് കൂടുതലാണ്. കാരണം അയോഡിൻ ആറ്റം ഇറ്റ് ഈസ് വെരി ലാർജ് സൈസ്. SBr, HCl, HF. ഓക്കെ, അപ്പോൾ നമുക്ക് ബോണ്ട് ലെങ്ത് അത്രയധികം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സാധാരണഗതിയിൽ എന്താണ് HX അല്ലേ, ഇങ്ങനത്തെ ആസിഡ്സിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുക പറയുമ്പോൾ അവിടെ നമ്മൾ പറയുന്ന മെയിൻ ഫാക്ടർ ബോണ്ട് ലെങ്ത്താണ്. നമ്മൾ വിചാരിക്കും HF ആണ് ഏറ്റവും നല്ല ആസിഡ്, കാരണം ഫ്ലോറിൻ ഈസ് മോർ അല്ലേ മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ്. ഫ്ലോറിൻ ഇലക്ട്രോൺ അല്ലേ ഇലക്ട്രോണെ വലിക്കുകയും അവിടെ നിന്ന് എന്ത് ചെയ്യുക H+ റിലീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, പക്ഷേ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അല്ല ഇവിടെ ആസിഡിക് സ്ട്രെങ്ത് തീരുമാനിക്കുക, ഇവിടെ ബോണ്ട് ലെങ്ത് ആണ്. ഓക്കെ, ഏറ്റവും പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യുക HI ബോണ്ടാണ്, കാരണം അവിടെ ബോണ്ട് ലെങ്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക HI ആണ് ഏറ്റവും നല്ല ആസിഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് HF എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ബോണ്ട് ലെങ്ത് ആണെന്ന് പറയാൻ പറ്റും. അതേമാതിരി തന്നെ മൾട്ടിപ്ലിസിറ്റി ഓഫ് ബോണ്ട് അല്ലേ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ടാണ് സ്ട്രെങ്ത് കൂടുതൽ ഉണ്ടാവുക അല്ലേ. ദാറ്റ് ഈസ് നമുക്ക് മൾട്ടിപ്ലിസിറ്റി ഓഫ് ബോണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അല്ലേ, നമുക്ക് പറയാൻ പറ്റും ഏതാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല സ്ട്രോങ് അല്ലേ, ഏറ്റവും നല്ല സ്ട്രോങ് ആയി വരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കേസാണ് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടും കാർബൺ കാർബൺ ഡബിൾ ബോണ്ടും കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടും നോക്കുമ്പോൾ ഏറ്റവും അധികം സ്ട്രെങ്ത് ഉണ്ടാകുക കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ബോണ്ട്, അത് കഴിഞ്ഞിട്ട് എന്ത് വരുള്ളൂ, സിംഗിൾ ബോണ്ട് വരികയുള്ളൂ എന്ന് പറയാൻ പറ്റും. റെഡി അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് ബോണ്ട് എനർജിയാണ്. ബോണ്ട് എനർജി വന്നാൽ രണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ അവർ റിലീസ് ചെയ്യുന്ന ആ എനർജിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബോണ്ട് എനർജി എന്ന് വിളിക്കുക. ആൻഡ് ഇറ്റ് ഈസ് മെയിൻലി ഡിഫൈൻഡ് ഫോർ 1 മോൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 1 മോൾ ഓഫ് അല്ലേ 1 മോൾ ഓഫ് എന്താണ് ബോണ്ടുകളെ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എനർജി, അതിനെ നമുക്ക് വിളിക്കാൻ പറ്റും ബോണ്ട് എനർജി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. Okay, it is energy required to break 1 mole of bonds of a particular type to separate them into gaseous atoms. അത് നമുക്ക് ബോണ്ട് എൻതാൽപ്പി അല്ലെങ്കിൽ ബോണ്ട് എനർജി എന്നൊക്കെ വിളിക്കാൻ പറ്റും, അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്നൊക്കെ പറയാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞത് സൈസാണ്. ഓക്കെ, സൈസ് നമുക്കറിയാം, സൈസ് ഓഫ് ആറ്റംസ് കൂടി കഴിഞ്ഞാൽ തീർച്ചയായും ബോണ്ട് ലെങ്ത് കൂടും. ബോണ്ട് ലെങ്ത് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യും, കുറയും അല്ലേ. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദ ബോണ്ട് ലെങ്ത് ആൻഡ് ലെസ് ഈസ് ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്നൊക്കെ പറയാൻ പറ്റും. രണ്ടാമത്തെ ഫാക്ടർ വരുന്നത് മൾട്ടിപ്ലിസിറ്റിയാണ് അല്ലേ. മൾട്ടിപ്ലിസിറ്റി നമുക്കറിയാം, തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താണ്, മൾട്ടിപ്പിൾ ബോൺസ് ഉണ്ടാകുമ്പോൾ അത് പൊട്ടിക്കാൻ പ്രയാസമായിരിക്കും, അവിടെ എനർജി കൂടുതൽ കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് HH സിംഗിൾ അല്ലേ, N ട്രിപ്പിൾ ബോണ്ട് ഈസ് ഹാവിങ് മോർ സ്ട്രെങ്ത് ദാൻ O ഡബിൾ ബോണ്ട് ഗ്രേറ്റർ ദാൻ HH സിംഗിൾ ബോണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. ഇനി അതേമാതിരി നമ്മൾ അടുത്ത് പറയാൻ പറ്റുന്ന സംഭവമാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയും. ഓക്കെ, ബോണ്ട് ആംഗിൾ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒന്നുമില്ല, ദാറ്റ് ഈസ് രണ്ട് ബോണ്ടുകളുടെ ഇടയിൽ അല്ലേ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബോണ്ട് ആംഗിൾ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് കേസ് നമ്മളിവിടെ കാണുന്നത് മീത്തേൻ മോളിക്യൂളാണ് CH4, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഹാവിങ് എ ബോണ്ട് ആംഗിൾ ഓഫ് 109 ഡിഗ്രി 28 മിനിറ്റ്സ്. പിന്നെ നമ്മൾ കാണുന്നത് എന്താ, അമോണിയാണ് NH3 107 ഡിഗ്രി ഉണ്ട്. അതേമാതിരി വാട്ടറിൻ്റെ കേസിൽ 104.5 ഡിഗ്രി ഉണ്ട്. അതേമാതിരി BF3ൻ്റെ കേസിൽ എന്തുണ്ട്, 120 ഡിഗ്രി ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ കാണാൻ കഴിയും, ഇവിടെ എന്ത് ചെയ്യുക, ബോണ്ടിങ്ങിൽ പങ്കെടുക്കണ ബോണ്ട് പേയേഴ്സ് ഉണ്ട്, ലോൺ പേയേഴ്സ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം, നമുക്ക് ആവശ്യം ഉണ്ടാവും. ദാറ്റ് ഈസ് നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ ഉദാഹരണമായിട്ട് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ പെയറുകൾ തന്നെ 2 ടൈപ്പാക്കി നമ്മൾ പറയാറുണ്ട്. ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാരും ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ആൾക്കാരും. ഇവിടെ ബോണ്ടിങ്ങിൽ അല്ലെ ബോണ്ട് ഉണ്ടാക്കിയ ഇലക്ട്രോൺ പെയറുകളെ നമ്മൾ എന്താ വിളിക്കുക, ബോണ്ട് പെയർ എന്നാണ് വിളിക്കുക. ഇനി ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ ഫ്രീ ആയി നിൽക്കുന്ന ഇലക്ട്രോൺ പെയറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ, ലോൺ പെയർ എന്നൊക്കെ വിളിക്കാറുണ്ട്. റെഡി? ഇനി നമുക്ക് നോക്കാനുള്ള ബോണ്ട് ഓർഡറാണ്. ബോണ്ട് ഓർഡർ പറയാൻ ഒന്നുമില്ല, ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ബോണ്ട്സ് പ്രസൻറ്റ് ബിറ്റ്വീൻ 2 ആറ്റംസ്. അതിനെ നമ്മൾ ബോണ്ട് ഓർഡർ വിളിക്കുക. ഇപ്പോൾ HH ആണെങ്കിൽ സിംഗിൾ ബോണ്ട്, അപ്പോൾ ബോണ്ട് ഓർഡർ 1 ആണ്. O ഡബിൾ ബോണ്ട് ആണെങ്കിൽ ബോണ്ട് ഓർഡർ 2 ആണ്. N ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ബോണ്ട് ഓർഡർ എന്ത് ചെയ്യുക, 3 എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. റെഡി? ഓക്കെ, ഇനി അതേമാതിരി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ. റെസൊണൻസ് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒറ്റ ഒരു ലീവിസ് ഡോട്ട് സ്ട്രക്ചർ വെച്ചിട്ട് ഒരു മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതെന്താ കാരണം, നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഒരു ഓസോണിൻ്റെ കേസ് എടുത്താൽ ദാറ്റ് ഈസ് 1 സിംഗിൾ Lewis dot structure is insufficient to represent a molecule efficiently. എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഇത് ഓസോണിൻ്റെ അല്ലേ O3 ഓസോണിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ പറയുന്നത്. ഓസോണിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഓസോണിലെ കേസിൽ ഇവിടെ എന്താ O ഡബിൾ ബോണ്ട് 121 പൈക്കോമീറ്റർ ആണ്. O സിംഗിൾ ബോണ്ട് 148 പൈക്കോമീറ്റർ ആണ് ശരിക്കും വരേണ്ടത്. പക്ഷെ നമ്മൾ എക്സ്പെരിമെൻ്റിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 121 പൈക്കോമീറ്ററും അല്ല 148 പൈക്കോമീറ്ററും അല്ല, മറിച്ച് എത്രയാണ് 128 പൈക്കോമീറ്റർ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് ഇതിന് കാരണം, നമുക്ക് എക്സ്പെരിമെൻ്റിൽ നമുക്ക് എന്ത് ചെയ്യാം,
നമ്മൾ ചെയ്യുമ്പോൾ 128 പൈക്കോമീറ്റർ നമുക്ക് റിസൾട്ടിൽ വരുന്നത്. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും, അതായത് 121 പൈക്കോമീറ്റർ അല്ല 148 പൈക്കോമീറ്റർ. സിംഗിൾ ബോണ്ട് ആണോ ചോദിച്ചാൽ അല്ല, ഡബിൾ ബോണ്ട് ആണോ ചോദിച്ചാൽ അതുമല്ല. സിംഗിൾ ബോണ്ടിനും ഡബിൾ ബോണ്ടിനും ഇടയിൽ പ്രത്യേക അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ ഇതും എന്ത് ചെയ്യുക, ഓസോണിൻ്റെ സ്ട്രക്ചറാണെന്ന് വെച്ചാൽ ഇല്ലേ, ഫസ്റ്റ് വണ്ണും ഓസോണിൻ്റെ സ്ട്രക്ചറാണ്, സെക്കൻഡ് വണ്ണും എന്താണ് ഓസോണിൻ്റെ സ്ട്രക്ചറാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കനോണിക്കൽ സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ അത് ജസ്റ്റ് കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ റെസനൻസ് ഹൈബ്രിഡ് ആണ് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യുക. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഈ പൈ ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് എന്താ, ഇലക്ട്രോൺസ് എപ്പോഴും എന്ത് ചെയ്യും, ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, കോൺജുഗേറ്റ് സിസ്റ്റത്തിലൊക്കെ എന്ത് ചെയ്യുക, പൈ ഇലക്ട്രോൺസ് ഒക്കെ ഡീലോക്കലൈസ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ റെസനൻസ് ഉണ്ടാകുന്നതെന്നൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റെസനൻസ് എന്താണ് സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടുന്ന് ഈ ഇലക്ട്രോൺ പെയർ ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്യുകയും ഇവിടെ നിന്നുള്ള ബോണ്ടിൽ നിന്ന് ഈ ഇലക്ട്രോൺ പെയർ ഇങ്ങോട്ട് ജമ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെക്കൻഡ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ഇങ്ങനെ ഒക്ടറ്റ് റൂളിൽ ഇങ്ങനത്തെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, ഒക്ടറ്റ് റൂളിൽ ഇങ്ങനത്തെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ പകരം അല്ലേ ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് പറയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷേപ്പ് വളരെ വ്യക്തമായി പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി രണ്ടാമത് വന്നൊരു തിയറിയാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, അല്ലെങ്കിൽ VSEPR തിയറി എന്ന് പറയും. ഓക്കെ, ഈ തിയറി കാര്യമായിട്ട് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് മെയിൻലി എക്സ്പ്ലെയിനിങ്, ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി എക്സ്പ്ലെയിനിങ് എന്താണ്, ദിസ് തിയറി ഈസ് മെയിൻലി എക്സ്പ്ലെയിനിങ്, നമുക്ക് പറയാൻ ഇറ്റ് ഈസ് മെയിൻലി എക്സ്പ്ലെയിനിങ് ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് ഇവർ പറഞ്ഞത്, VSEPR തിയറി പറഞ്ഞത്, ഒരു മോളിക്യൂൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും, ഇവരെ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എന്തുണ്ടാകും, ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടാവും. ഈ ഇലക്ട്രോൺ പെയറുകൾ റിപ്പൽഷൻ ഉണ്ടാവും. അപ്പോൾ റിപ്പൽഷൻ കുറക്കാൻ വേണ്ടി ഇവർ മാക്സിമം അകലം പാലിച്ച് മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും ഫോർ മാക്സിമം സ്റ്റെബിലിറ്റി, അല്ലേ, മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും ഫോർ മാക്സിമം സ്റ്റെബിലിറ്റി എന്ന് പറയും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അവർക്കൊരു കറക്റ്റ് സ്ട്രക്ചർ ഉണ്ടാവും. ആ കറക്റ്റ് സ്ട്രക്ചറിനാണ് VSEPR തിയറി പ്രിഡിക്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഇലക്ട്രോൺ പെയർസ്, ദാറ്റ് ഇസ് ലോൺ പെയർസ് ആൻഡ് ബോണ്ട് പെയർസിൻ്റെ എണ്ണത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇവർക്ക് ഷേപ്പ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് നമുക്ക് മെയിൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് VSEPR തിയറി നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ്, ദാറ്റ് ഇസ് ഐദർ ബോണ്ടഡ് ഓർ നോൺ ബോണ്ടഡ്. നോൺ ബോണ്ടഡ് എന്ന് പറയുമ്പോൾ ലോൺ പെയർസ് ആണ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. ഓക്കെ, ഇനി പെയർ ഓഫ് ഇലക്ട്രോൺസ് റിപ്പൽ വൺ അനദർ സിൻസ് ദ ഇലക്ട്രോൺ ക്ലൗഡ്സ് ആർ നെഗറ്റീവ്ലി ചാർജ് എന്ന് പറഞ്ഞു. അതേമാതിരി ദീസ് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ടെൻഡ് ടു ഓക്യുപ്പൈ സച്ച് പൊസിഷൻസ് ഇൻ സ്പേസ് ദാറ്റ് മിനിമൈസ് റിപ്പൽഷൻ and thus maximize distance between them. The repulsive interaction of electron pairs ഡിക്രീസ്. ഏറ്റവും അധികം റിപ്പൽഷൻ ഉള്ള ലോൺ പെയർസ് ആണ്. പിന്നെ റിപ്പൽഷൻ ഉള്ള ലോൺ പെയർ ബോണ്ട് പെയർ ആണ്. ഏറ്റവും കുറവ് റിപ്പൽഷൻ ഉള്ളത് ബോണ്ട് പെയർ ആണ് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ റിപ്പൽഷൻ കാരണമാണ് ഇവരെന്ത് ചെയ്യുക, മാക്സിമം ഡിസ്റ്റൻസിൽ സ്റ്റേബിളായി നിൽക്കും. അപ്പോൾ അവർക്കൊരു പെർമനൻറ്റ് സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറാണ് VSEPR തിയറി വെച്ച് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മോളിക്യൂൾസും രണ്ട് ടൈപ്പ് ആക്കും. ബോണ്ട് പെയർസ്, ലോൺ പെയർ ഇല്ലാത്ത മോളിക്യൂൾസും ലോൺ പെയർ ഉള്ള മോളിക്യൂൾസും. ഓക്കെ, ലോൺ പെയർ ഇല്ലാത്ത മോളിക്യൂൾസ് ദേ ആർ വെരി നല്ല, അവർ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവരെ അങ്ങനത്തെ ആ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ദേ വിൽ ബി ഹാവിങ് റെഗുലർ ജോമെട്രി എന്നൊക്കെ പറയാം. കറക്റ്റ് ജോമെട്രി നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് അവർക്ക് റെഗുലർ ജോമെട്രി അല്ല, ദേ വിൽ ബി ഹാവിങ് ഇറഗുലർ ജോമെട്രി. ജോമെട്രിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും ജിസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എന്താണ് ലോൺ പെയർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോരോ ഷേപ്പുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ റെഗുലർ ജോമെട്രി ഉള്ള ആളുകളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ദറ്റ് ഈസ് റെഗുലർ ജോമെട്രി ഉള്ള ആളുകളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഓരോന്നോരോന്നായി നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് വൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെയർസ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ട് ഇലക്ട്രോൺ പെയർ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അവർ രണ്ടുപേർക്ക് മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഇൻ 180 ഡിഗ്രി. 180 ഡിഗ്രി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇലക്ട്രോൺ പെയറുകൾ നിന്നാൽ റിപ്പൽഷൻ ഏറ്റവും കുറക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഷേപ്പ് ലീനിയർ ഷേപ്പ് ആയിരിക്കും. അവിടുത്തെ ബോണ്ട് ആംഗിൾ ഏകദേശം 180 ഡിഗ്രി ആയിരിക്കും എന്നൊക്കെ പറയാൻ പറ്റും. എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരാണ് ബെരീലിയം ഫ്ലൂറൈഡ്, ബെരീലിയം ക്ലോറൈഡ് ഒക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയി പറയാൻ പറ്റും. ഇനി 3 ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദേ ആർ ബോണ്ടിങ് ഇലക്ട്രോൺ പെയർ. ബോണ്ടിങ് ഇലക്ട്രോൺ പെയർ ഉണ്ടെങ്കിൽ അവർ റിപ്പൽഷൻ കുറക്കാൻ വേണ്ടി അവർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ആംഗിളാണ് 120 ഡിഗ്രി ആൻഡ് ദേ വിൽ ബി ഹാവിങ് എ ഷേപ്പ് ഓഫ് ട്രൈഗണൽ പ്ലാനാർ എന്ന് പറയാൻ പറ്റും. അവിടുത്തെ ബോണ്ട് ആംഗിൾ ഏകദേശം 120 ഡിഗ്രി ആയിരിക്കും. അതിന് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നതാണ് BF3, AlCl3 എന്നൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ച ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയ കോമ്പൗണ്ട്സ്. ഇനി 4 ഇലക്ട്രോൺ പെയറുകൾ ദാറ്റ് ഈസ് 4 ബോണ്ട് പെയറുകൾ ഉണ്ടെങ്കിൽ ഇവർക്ക് റിപ്പൽഷൻ കുറക്കാൻ വേണ്ടി ദേ കൻ ഓക്യുപൈ ദ കോർണേഴ്സ് ഓഫ് എ റെഗുലർ ടെട്രാഹിഡ്രൺ എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിളാണ് 109.5 ഡിഗ്രി. എക്സാമ്പിളാണ് CH4, SiH4 എന്ന എക്സാമ്പിൾസ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്.
ദീസ് ഓൾ ആർ കമ്മിങ് അണ്ടർ റെഗുലർ ജോമെട്രി. അപ്പോൾ രണ്ട് ബോണ്ട് പെയേഴ്സ് ഉണ്ടെങ്കിൽ ലീനിയർ ഷേപ്പ് 180 ഡിഗ്രി, 3 ഉണ്ടെങ്കിൽ ട്രൈഗണൽ പ്ലാനർ 120 ഡിഗ്രി, 4 ഉണ്ടെങ്കിൽ ടെട്രാഹെഡ്രൽ 109 ഡിഗ്രി 28 മിനിറ്റ്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 5 ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടെങ്കിൽ ദേ വിൽ ബി ഓക്യുപ്പൈങ്, ദേ വിൽ ബി ഹാവിങ് എ ഷേപ്പ് ഓഫ് ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പാണ് ഉണ്ടാവുക. അതിൽ തന്നെ ഇവിടെ നമുക്ക് ഈ കാണുന്ന ബോണ്ടുകളെ നമ്മൾ എന്ത് വിളിക്കും, ഇക്വറ്റോറിയൽ ബോൺസ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഇക്വറ്റോറിയൽ ബോൺസ് എന്ന് വിളിക്കും. ഈ കാണുന്ന ബോണ്ടുകളെ അല്ലേ, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കാണുന്ന ഈ ബോണ്ടുകളെ നമ്മൾ എന്ത് വിളിക്കും? ആക്സിയൽ ബോണ്ടുകൾ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ആക്സിയൽ ബോണ്ടുകൾ. ഓക്കെ, ആക്സിയൽ ബോണ്ടുകൾ എന്ന് വിളിക്കുക. ഇവിടെ നമുക്ക് പറയുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ 2 ബോണ്ട് ആംഗിൾ ഉണ്ട്. ഇവരുടെ ഇടയിൽ ഇവിടെ 120 ഡിഗ്രിയാണ് ഇവിടുത്തെ ബോണ്ട് ആംഗിൾ വരിക, അതുപോലെ 90 ഡിഗ്രി. 2 ആംഗിൾ ഉണ്ടാവും, 120 ഡിഗ്രിയും 90 ഡിഗ്രിയും ഉണ്ടാവും. ഓക്കെ, ഇതിന് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ PF5, SbCl5 ഒക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിപ്പൽഷൻ കുറക്കാൻ വേണ്ടി ആക്സിയൽ ലെങ്തിൽ ആക്സിയൽ ബോൺസ് ആർ ഗ്രേറ്റർ ദാൻ ഇക്വറ്റോറിയൽ ബോൺസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അറിഞ്ഞു വെക്കണം. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് ഇവിടെ ആക്സിയൽ ബോൺസ്. ഓക്കെ, axial bond is greater than എന്ത്, ഇക്വറ്റോറിയൽ ബോണ്ട് എന്ന് പറയാൻ പറ്റും. ആക്സിയൽ ബോണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത പറയാൻ പോകുന്ന ഷേപ്പാണ് ഇത് മക്കളെ. 6 ഇലക്ട്രോൺ പെയർ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് വിൽ ബി ഹാവിങ് എ ഷേപ്പ് ഓഫ് ഒക്ടാഹെഡ്രൽ. ഇവിടെ 90 ഡിഗ്രിയാണ്, എല്ലാ പൊസിഷൻസും ഈക്വലൻ്റ് ആണ്, എല്ലാ ബോണ്ട് ലെങ്ത്തുകളും ഈക്വൽ ആണ്. അതിന് എക്സാമ്പിളാണ് SF6 എന്നൊക്കെ പറയാൻ പറ്റും. ഇനി അതേമാതിരി 7 ഇലക്ട്രോൺ പെയർസ് ഉണ്ടെങ്കിൽ അവർ ഒക്യുപൈ ചെയ്യുന്ന ഷേപ്പാണ് പെൻഡഗണൽ ബൈപിരമിഡൽ അല്ലെ. ബേസ് പെൻഡഗൺ ആയിക്കാനും മുകളിലും താഴെയായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു പിരമിഡൽ ഷേപ്പ് കിട്ടും, അതാണ് പെൻഡഗണൽ പിരമിഡൽ. ഇവിടെ ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾസ് 72 ഡിഗ്രി ആയിക്കാരും അല്ലേ, എന്ത് ചെയ്യുക 72 ഡിഗ്രി ആയിക്കാരും. അതേമാതിരി മുകളിലത്തെ ബോണ്ടും താഴത്തെ ബോണ്ടും അല്ലേ, ആ ഒരു ബോണ്ട് 90 ഡിഗ്രി ബോണ്ട് ആംഗിൾ കൂടി ഉണ്ടാകും. ഇറ്റ് ഈസ് എന്താണ് IF7 ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ റെഗുലർ ജോമെട്രിയാണ്. റെഗുലർ ജോമെട്രി നമ്മൾ അറിഞ്ഞു വെക്കണം. ലോൺ പെയർസ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് റെഗുലർ ജോമെട്രി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, റെഡി അല്ലേ? ഇനി ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ, ലോൺ പെയർസ് ഉള്ള കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലോൺ പെയർസ് ഉള്ള കേസാണെങ്കിൽ മൊത്തം 3 പെയറാണ്. അതിൽ 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ പെൻ അല്ലേ. ഈ ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. നമ്മൾ ഏത് ഷേപ്പ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ? ബോണ്ട് പെയർസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. സോ ഇറ്റ് വിൽ ബി ഹാവിങ് ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ V ഷേപ്പ്, ആംഗുലർ ഷേപ്പ് എന്നൊക്കെ പറയും. ഓക്കെ, ഇതാണ് നമ്മൾ പറയാം. ഇനി അതേമാതിരി എന്ത് ചെയ്യുക, 4 ഇലക്ട്രോൺ ഇല്ലേ, ഈ 4 ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യുക, ഒരു ലോൺ പെയറും വരാം, 2 ലോൺ പെയറും വരാം. ഒരു ലോൺ പെയർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ പിരമിഡൽ ഷേപ്പ്. ഓക്കെ, NH3 കേസിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കേസ്. അതുപോലെ 4 എണ്ണത്തിൽ 2 എണ്ണം ലോൺ പെയർ വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ V ഷേപ്പ്, വാട്ടറിൻ്റെ ഷേപ്പ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത കേസ് നമ്മൾ പറയാൻ പോകുന്നത് 5 ഇലക്ട്രോൺ പെയർ ഉള്ള കേസിൽ. 5 ഇലക്ട്രോൺ പെയർ ഉള്ള കേസിൽ ഒരു ലോൺ പെയർ വരാം, 2 ലോൺ പെയർ വരാം, 3 ലോൺ പെയർ വരാം. ഒരു ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ ആ ലോൺ പെയർ എവിടെ ഇരിക്കുക, അത് ഫസ്റ്റ് ചോദ്യമാണ്. ഓക്കെ, ആക്സിയൽ പൊസിഷനിലാണോ ഇക്വറ്റോറിയൽ പൊസിഷനിലാണോ ചോദിച്ചാൽ, ഇവിടെ ആക്സിയൽ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇവിടെ ആക്സിയൽ പൊസിഷനിൽ ഞാൻ 2 ഇലക്ട്രോൺ പെയറിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, ഇവിടെ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ മാക്സിമം എന്ത് ചെയ്യുക, റിപ്പൾഷൻ ഉണ്ടാവും. അതുകൊണ്ട് റിപ്പൾഷൻ കുറക്കാൻ വേണ്ടി ഇലക്ട്രോൺ പെയറുകൾ ആദ്യം നിങ്ങൾ എവിടെ പ്ലേസ് ചെയ്യും? വിൽ ബി പ്ലേസിങ് അറ്റ് ഇക്വറ്റോറിയൽ പൊസിഷൻ. കാരണം ഇവിടുത്തെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ്. അപ്പോൾ റിപ്പൾഷൻ മാക്സിമം കുറക്കാൻ കഴിയുന്ന ഏത് പൊസിഷനിലാണ്? ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് നോക്കുക. ഇങ്ങനെ ഇക്വറ്റോറിയൽ പൊസിഷനിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് ഈസ് ആൻ സീസോ പൊസിഷൻ അല്ലേ. സീസോ പൊസിഷനാണ് ഉണ്ടാകുക. അങ്ങനെ സീസോ പൊസിഷൻ ഉണ്ടാകും. അതിൻ്റെ എക്സാമ്പിളാണ് SF4 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന അടുത്ത കേസാണ് എന്ത്, 5 ഇലക്ട്രോൺ പെയറിൽ 2 ഇലക്ട്രോൺ പെയർ വന്നാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഇക്വറ്റോറിയൽ പൊസിഷൻ നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു T ഷേപ്പ് കാണാൻ പറ്റും. ഇങ്ങനെ T ഷേപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ് ClF3. ഇനി അതേമാതിരി 5 ഇലക്ട്രോൺ പെയറിൽ 3 ഇലക്ട്രോൺ പെയറുകൾ ലോൺ പെയർ കഴിഞ്ഞാൽ ഇക്വറ്റോറിയൽ പൊസിഷൻ മൊത്തം എന്ത് ചെയ്തു? ലോൺ പെയർ ആയി. പിന്നെ സാധാരണ ഒരു ലീനിയർ ഷേപ്പ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ എക്സാമ്പിളാണ് XCF2 എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ഞാൻ പറയും, ജസ്റ്റ് കേട്ട് പോവുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്താണ്? ഒക്ടാഹെഡ്രൽ പൊസിഷനാണ്. ഒക്ടാഹെഡ്രൽ പൊസിഷനിൽ 6 ഇലക്ട്രോൺ പെയറിൽ ഒരു
ലോൺ പെയർ വന്ന് അല്ലെ 6 ഇലക്ട്രോൺ പെയറിൽ ഒരു ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇറ്റ് വിൽ ബി എ സ്ക്വയർ പിരമിഡൽ. എല്ലാ പൊസിഷൻ ഇക്വലൻ്റ് എവിടെ വെച്ചാലും വിഷയമല്ല. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ സ്ട്രക്ചർ സ്ക്വയർ പിരമിഡൽ വരിക. എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് BR F5 ഒക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതേമാതിരി 6 ഇലക്ട്രോൺ പെയറിൽ 2 ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്ക്വയർ പ്ലാനാർ വരും. സ്ക്വയർ പ്ലാനർ പറയുന്ന SCF4 സ്ട്രക്ചറാണ് വരിക. റെഡി? ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത എന്ത് ചെയ്യുക, ഇങ്ങനെ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കണം അവർ പോളാറാണോ അല്ലേ നമുക്ക് പറയാൻ പറ്റണം അല്ലേ. ചിലപ്പോൾ ചില ഇൻഡിവിജ്വൽ ബോണ്ടുകൾ പോളാറാവും. മോളിക്യൂൾ ആസ് എ ഹോൾ പോളാറാണോ ഇല്ലേ എന്നറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡൈപോൾ മൊമെൻറ്റ് അല്ലേ. ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ പോളാർ മോളിക്യൂൾ. ഡൈപോൾ മൊമെൻറ്റ് ഇല്ലെങ്കിൽ അത് നോൺ പോളാർ മോളിക്യൂൾ എന്ന് പറയാൻ പറ്റും. ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ജസ്റ്റ് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 2 ചാർജുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, 2 ചാർജുകൾ അല്ലേ, ഒരു പോസിറ്റീവ് ചാർജും ഒരു അല്ലേ. ഡൈപോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി വെരി സ്മോൾ ഡിസ്റ്റൻസ്. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഡൈപോൾ എന്ന് പറയാം അല്ലേ. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഡൈപോൾ എന്ന് പറയാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു ചാർജ് Q വേറെ അല്ലേ, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും ആൻഡ് ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് D. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നമ്മൾ എന്ത് ചെയ്യുക? ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ മെഷർ ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് എന്താണ്? ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയും. സാധാരണ നമ്മൾ പറയാം കൂള് മീറ്ററിലാണ് D by എന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതിന് കൺവേർഷൻ ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ അറിഞ്ഞു വെക്കേണ്ട സംഭവം റെഗുലർ ജോമെട്രീൻ്റെ കേസിൽ എല്ലാ മോളിക്യൂൾസും റെഗുലർ ജോമെട്രി ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അവിടെ ലോൺ പെയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ദ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് ദാറ്റ് മോളിക്യൂൾ വിൽ ബി 0. കാരണം സിമെട്രിക്കൽ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ നമുക്ക് BF3 തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, BF3 ഇവിടെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും BF3 കേസിൽ ഫ്ലോറിൻ ഈസ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ്. അപ്പോൾ ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങോട്ട് അല്ലേ പുള്ള് ചെയ്യും, ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങോട്ടും പുൾ ചെയ്യും ഇങ്ങോട്ടും പുൾ ചെയ്യും. നമുക്കറിയാം ഇവിടെ 120 ഡിഗ്രിയാണ് ഉണ്ടാകുക. 120 ഡിഗ്രി ഉണ്ടാകുകയാണെങ്കിൽ നമുക്കറിയാം ഈ 2 വെക്ടേഴ്സിന് റിസൾട്ടൻ്റ് ഈ ഡയറക്ഷനിൽ വരും, മുകളിലോട്ട് വരും. ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡൈപോൾ മൊമെൻറ്റ് എന്തായി മാറും? 0 ആയി മാറും എന്ന് പറയാൻ പറ്റും. അതേത് കേസിലാണെങ്കിലും ഓക്കെ. ഇനി BeF2ൻ്റെ കേസിലാണെങ്കിലും നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇങ്ങോട്ടും പുൾ ചെയ്യും ഇങ്ങോട്ടും പുൾ ചെയ്യും, നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് വിൽ ബി 0 എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതെല്ലാ കേസിലും. ഈവൻ PCl5 ആയാലും അല്ലേ, PCl5 ആയാലും SF6 ആയാലും ഇവരൊക്കെ റെഗുലർ ജോമെട്രി ആണ്. ഇവരൊക്കെ ഡൈപോൾ മൊമെൻറ്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0 എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇവരുടെയൊക്കെ എന്തായി 0 ആയി വരും എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ള സംഭവം വെച്ചാൽ 2 ആൾക്കാർ NH3ൻ്റെയും NF3ൻ്റെയും ഡൈപോൾ മൊമെൻറ്റ് കമ്പയർ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും NH3 ഉണ്ട് NF3 ഉണ്ട്. ആർക്കാണ് ഡൈപോൾ മൊമെൻറ്റ് കൂടുതൽ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇറ്റ് വിൽ ബി NF3 നമുക്ക് തോന്നും, കാരണം F മോർ ഇലക്ട്രോനെഗറ്റീവ് ആണെന്നൊക്കെ തോന്നും. ഓക്കെ, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം നൈട്രജനും ഹൈഡ്രജനും നോക്കുമ്പോൾ നൈട്രജൻ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഡൈപോൾ പുൾ ചെയ്യും അല്ലേ, ഇങ്ങോട്ടൊക്കെ ഇലക്ട്രോൺ ക്ലൗഡിന് പുൾ ചെയ്യും. ലോൺ പെയർ കാരണം ഇങ്ങോട്ടുണ്ടാവും. ദാറ്റ് ഈസ് നെറ്റ് എഫക്റ്റ് പറയുമ്പോൾ ഇവിടെ എന്തുണ്ടാകും? ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഡൈപോൾ ഇവിടുന്ന് പോകുന്ന അല്ലേ ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാകും. എന്നാൽ ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലേ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നൈട്രജൻ അല്ലേ ലോൺ പെയർ കാരണമുള്ള മൊമെൻറ്റ് അല്ലേ മൊമെൻറ്റ് ഇങ്ങോട്ടേക്കാരും. എന്നാൽ നൈട്രജനും ഫ്ലോറിൻ നോക്കുമ്പോൾ ഫ്ലോറിൻ എന്ത് ചെയ്യും? താഴോട്ട് പിടിച്ച് വലിക്കും. താഴോട്ട് പിടിച്ച് അല്ലേ ഇലക്ട്രോൺ ക്ലൗഡിനെ വലിക്കുമ്പോൾ ഇങ്ങോട്ടുണ്ടാകും. എന്ന് വെച്ചാൽ നെറ്റ് എഫക്റ്റ് അവിടെ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് പറയാൻ പറ്റും NH3 NF3 നോക്കുമ്പോൾ NH3 ഈസ് മോർ പോളാർ അല്ലേ, ഇറ്റ് ഈസ് മോർ പോളാർ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് മോർ ഡൈപോൾ മൊമെൻറ്റ് ദെൻ NH3 ഈസ് ഹാവിങ് മോർ ഡൈപോൾ മൊമെൻറ്റ് ദാൻ NF3 എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ സ്ട്രക്ചർ അറിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ഡൈപോൾ മൊമെൻ്റ് ഒക്കെ പറയാൻ പറ്റുള്ളൂ. ഈ ഡൈപോൾ മൊമെൻറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും 0 ഡൈപോൾ മൊമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നോൺ പോളാർ ആയിക്കാരും. അതേമാതിരി non-zero ഡൈപോൾ മൊമെൻ്റ് ആണെങ്കിൽ അയാൾ എന്തെങ്കിലും പോളാർ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അതേമാതിരി തന്നെ കുറച്ച് മുമ്പ് നമ്മൾ ഫജാൻസ് റൂൾ പഠിച്ചില്ലേ, അതേമാതിരി കോവാലന്റ് ബോണ്ടുകളിൽ എന്തുണ്ട്? അയോണിക് ക്യാരക്ടർ ഉണ്ട്. ഈ കോവാലന്റ് കോമ്പൗണ്ട്സിൽ അയോണിക് ക്യാരക്ടർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഡൈപോൾ മൊമെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഡൈപോൾ മൊമെൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറയാൻ പറ്റും? പെർസെൻറ്റേജ് ഓഫ് അയോണിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ എക്സ്പെരിമെൻ്റൽ വാല്യൂ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് ബൈ തിയററ്റിക്കൽ വാല്യൂ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, എക്സ്പെരിമെൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ HFൻ്റെ കേസ് എടുത്തല്ലേ, HFൻ്റെ കേസിൽ ഡൈപോൾ എന്ന് പറയുമ്പോൾ എന്താ? ഫ്ലോറിൻ അല്ലേ, ഫ്ലോറിൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആകുമ്പോൾ അയാൾ ഇലക്ട്രോൺ ക്ലൗഡിനെ പുൾ ചെയ്യും. അപ്പം ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് ഉണ്ടാവും, ഇവിടെ പാർഷ്യൽ പോസിറ്റീവ് ഉണ്ടാവും. അതാണ് ശരിക്കും എന്ത് വരിക? എക്സ്പെരിമെൻ്റൽ വാല്യൂ ഓഫ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പെരിമെൻ്റിൽ മെഷർ ചെയ്തെടുക്കണം അല്ലേ. എന്നാൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? നമ്മൾ ചാർജ് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ആയി എന്ന രീതിയിലല്ല എടുക്കുക. എന്ന് വെച്ചാൽ ഇവിടെ ഒരു നെഗറ്റീവ് വണ്ണും ഇവിടെ ഒരു പോസിറ്റീവ് വണ്ണും. ഇതെന്താ? ദിസ് വിൽ ബി മ്യൂ എക്സ്പെരിമെൻ്റൽ. ഇതെന്തെങ്കിലും മ്യൂ
തിയറിറ്റിക്കലേക്കാരം. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഇല്ല, അതുകൊണ്ട് തന്നെ എപ്പോഴും എക്സ്പീരിയൻസ്ഡ് അല്ലേ എക്സ്പെരിമെൻ്റൽ വാല്യൂ വിൽ ബി ലെസ്. ഓക്കെ, ആ വാല്യൂ നമുക്ക് എക്സ്പെരിമെൻ്റിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, കോവാലൻ കോമ്പൗണ്ട്സിൻ്റെ അയോണിക് ക്യാരക്ടർ എത്ര പെർസെൻറ്റേജ് അയോണിക് ക്യാരക്ടർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡൈപോൾ മൊമെൻ്റ് യൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. റെഡി. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത് നമുക്ക് പറയാനുള്ളത് വാലൻസ് ബോണ്ട് തിയറിയാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു ബോണ്ട് ഉണ്ടാകുന്നത് അല്ലേ, ഒക്റ്ററ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഒക്റ്ററ്റ് അല്ല നമുക്ക് മനസ്സിലായി, കാരണം അതേമാതിരി നമ്മൾ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാനും പഠിച്ചു. ഇനി എങ്ങനെയാണ് ബോണ്ട് ഉണ്ടാകാൻ കാരണം, എങ്ങനെ ബോണ്ടിങ് സംഭവിക്കുന്നതെന്ന് പറയുകയാണ്. അവിടെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, ഹൈഡ്രജൻ മോളിക്യൂൾ കമ്പൈൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റം അടുത്ത് വരികയാണ്, ദേ ആർ അപ്രോച്ചിങ് ഈച്ച് അതർ. അങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഹൈഡ്രജൻ അല്ലേ, നമുക്കിവിടെ എന്താ ഇൻ്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഉണ്ട്, അതേമാതിരി എനർജി ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങോട്ട് ഗ്രാഫ് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അല്ലേ, രണ്ട് ആറ്റം വളരെ ദൂരെയാണ്, ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ വളരെ അല്ലേ ഇൻഫിനിറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അവരുടെ ഇടയിൽ യാതൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല, റിപ്പൽഷൻ ഇല്ല. തൊട്ടടുത്ത് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അട്രാക്റ്റീവ് ഫോഴ്സ് ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, റിപ്പൽസീവ് ഫോഴ്സ് ഇല്ല. കാരണം റിപ്പൽസീവ് ഫോഴ്സസ് ആർ ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് നമുക്കറിയാം അല്ലേ. അട്രാക്റ്റീവ് ഫോഴ്സ് ഇങ്ങനെ വന്ന് അടുത്തെത്തി ഒരു പർട്ടിക്കുലർ റേഞ്ച് ആകുമ്പോൾ ഏറ്റവും അടുത്തെത്തും. അത് കഴിഞ്ഞാൽ അവർക്ക് അടുക്കാൻ കഴിയില്ല, കാരണം റിപ്പൽസീവ് ഫോഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുക. അതുകൊണ്ട് അങ്ങനെ അടുത്ത് വന്നിട്ട് ഏറ്റവും ലീസ്റ്റ് സെപ്പറേഷനിൽ ഏറ്റവും നല്ല അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ള സമയത്ത് ഈ രണ്ട് ആറ്റങ്ങൾ അടുത്ത് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബോണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കെമിക്കൽ ബോണ്ട് എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെ അടുത്ത് വന്നിട്ട് അട്രാക്ഷൻ ഫോഴ്സ് കാരണം അവരെന്ത് ചെയ്യും, എനർജി റിലീസ് ചെയ്ത് വളരെ സ്റ്റേബിളായ ഒരു എനർജിയിലെത്തും. എന്ന് വെച്ചാൽ അത്രയും എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും, ഏകദേശം 435.8 കിലോ ജൂൾ റിലീസ് ചെയ്യും. ഓക്കെ, അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന അവരെ രണ്ട് ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ രണ്ട് ന്യൂക്ലിയൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കുക. ഓക്കെ, അവിടെ റിലീസ് ചെയ്ത എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബോണ്ട് എനർജി എന്ന് വിളിക്കുക. ഇനി നമ്മൾ ഇവരെ അടുപ്പിക്കാൻ നോക്കിയാൽ അത് ഡേഞ്ചറാണ്, കാരണം അവരുടെ ന്യൂക്ലിയൻ്റെ ഇടയിൽ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാകും. റിപ്പൾസീവ് ഫോഴ്സ് കാരണം അവരെന്ത് ചെയ്യും, എനർജി കൂടുകയും അവരെന്തായി മാറും, അൺസ്റ്റേബിളായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റാണ് ബോണ്ട് ഫോർമേഷൻ. ആ ബോണ്ട് ഫോർമേഷനിൽ ഇവർ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുകയും അവരുടെ ന്യൂക്ലിയകൾ അടുത്ത് വന്നിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം ഒരു കെമിക്കൽ ബോണ്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെ ബോണ്ട് ഉണ്ടാക്കും എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ ബോണ്ട് ഉണ്ടാക്കാനുള്ള കാരണം എന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഒരു കെമിക്കൽ ബോണ്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ രണ്ട് ആറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ബൈ ദ ഓവർലാപ്പിംഗ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഓവർലാപ്പിംഗ് ഓഫ് എന്താണ്, ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് എന്നാണ് പറയാം. സാധാരണഗതിയിൽ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ എന്തുണ്ടാകുന്നത്, ഒരു കോവലന്റ് ബോണ്ട് ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് കോവലന്റ് ബോണ്ട് ഈസ് ഫോംഡ് വെൻ ടു വാലൻസ് ഓർബിറ്റൽസ് ഹാഫ് ഫിൽഡ് ബിലോങ്ങിങ് ടു ടു ഡിഫറെൻറ്റ് ആറ്റംസ് ഓവർലാപ്പ് ഓൺ ഈച്ച് അതർ എന്ന് പറയാൻ പറ്റും. അതേമാതിരി ദ പ്രസൻസ് ഓഫ് മെനി അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ ഓഫ് ആൻ ആറ്റം എനേബിൾസ് ഇറ്റ് ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട്. ഒരുപാട് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവരെന്തുണ്ടാക്കാം, പൈ ബോണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ കോവലന്റ് കെമിക്കൽ ബോണ്ട്സ് പറഞ്ഞാൽ ഡയറക്ഷനിലാണ്, നമ്മൾ നേരത്തെ കണ്ടു സ്ട്രക്ചർ ഉണ്ട്. എന്നാൽ അയോണിക് ബോണ്ട്സിന് എന്തില്ല, ഡയറക്ഷൻ അല്ല, നമ്മൾ അറിഞ്ഞിരുന്നു. അതുപോലെ രണ്ട് ടൈപ്പ് ബോണ്ടുകളുണ്ട്, സിഗ്മ ബോണ്ട് ഉണ്ട്, പൈ ബോണ്ട് ഉണ്ട്. അതിൽ പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, സൈഡ് വേസ് ഓവർലാപ്പിംഗ് വഴി ഉണ്ടാകുന്നതാണ്. സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ അലോങ് ദി ആക്സിസ് വൈ ഓവർലാപ്പിംഗ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ സാധാരണ വിളിക്കുക, അതിനെയാണ് നമ്മൾ സിഗ്മ ബോണ്ട് എന്ന് വിളിക്കുക. ഓക്കെ, രണ്ട് ടൈപ്പ് ബോണ്ടുകൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് വ്യത്യസ്തമായ ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ് ഉണ്ട്, അതേതൊക്കെ നോക്കണം. അവിടെ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ബോണ്ടുകൾ നോക്കണം. അതിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് സിഗ്മ ബോണ്ടാണ്. സിഗ്മ ബോണ്ട് എപ്പോഴും ഉണ്ടാകുക, ദാറ്റ് ഈസ് വി ക്യാൻ സേ എൻ ടു എൻ അല്ലെങ്കിൽ ഹെഡ് ഓൺ ഓവർലാപ്പ് ഉണ്ടാകുന്ന സമയത്താണ് സിഗ്മ ബോണ്ട് ഉണ്ടാകുക. സാധാരണഗതിയിൽ നമ്മൾ ഇന്റർന്യൂക്ലിയർ ആക്സിസ്, ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ ഇന്റർന്യൂക്ലിയർ ആക്സിസ് പറയാം. സാധാരണഗതിയിൽ എന്താ, സെഡ് ആക്സിസ് എന്നാണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ PZ ആണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, എടുക്കുക. സിഗ്മ ബോണ്ട് ഉണ്ടായാലും PX ഉം PY ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ് പറയുക. അങ്ങനെ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇറ്റ് വിൽ ബി ഫോമിങ് പൈ ബോണ്ടുകൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് എന്താ, SS ഓവർലാപ്പിംഗ് ആണ്. ഒരു S ഓർബിറ്റലും വേറെ S ഓർബിറ്റലും കമ്പൈൻ ചെയ്തിട്ട് SS ഓവർലാപ്പ് ഉണ്ടാവും. ഇങ്ങനെ SS ഓവർലാപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന SS സിഗ്മ ബോണ്ടേക്കാരും. ഓക്കെ, ഹൈഡ്രജൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. റെഡി. ഇനി അതേമാതിരി നമുക്ക് പറയാൻ പറ്റുന്ന നെക്സ്റ്റ് കേസാണ് എന്ത് ചെയ്യുക, SP ഓവർലാപ്പ്. SP ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എസും ഒരു പിയും ഓവർലാപ്പ് ചെയ്ത് ഉണ്ടാകുമ്പോൾ അതും എന്താ,
അല്ലേ 1s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജനും 2pz ആണ് അല്ലേ 2pz ഓർബിറ്റൽ ഓഫ് വേറെ ആറ്റം ഫ്ലൂറിൻ ആറ്റം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഹെഡ് ഓൺ അല്ലേ ആക്സിസ് ഓവർലാപ്പിംഗ് ഉണ്ടാകുമ്പോഴാണ് sp ഓവർലാപ്പിംഗ്. അതും എന്ത് ബോണ്ടാണ്? ഇറ്റ് ഈസ് ആൾസോ എ സിഗ്മ ബോണ്ട് എന്ന് പറയാൻ പറ്റും. അതേമാതിരി ഒരു pzഉം വേറെ pzഉം അല്ലേ ഫ്ലൂറിൻ ആറ്റത്തിന് ഒരു pzഉം വേറെ pzഉം കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന pp ഓവർലാപ്പിംഗ് അതും എന്താണ്? സിഗ്മ ബോണ്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇനി പൈ ബോണ്ടുകൾ എപ്പോഴാണ് ഉണ്ടാകുക? പൈ ബോണ്ടുകൾ നമുക്ക് പറയാൻ പറ്റും ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് സെഡ് ആക്സിസ് ആണെങ്കിൽ pxഉം pxഉം അല്ലെങ്കിൽ pyയും pyയും ഒക്കെ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ സൈഡ് വേസ് ഓവർലാപ്പിംഗ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡ് വേസും ഇങ്ങോട്ട് സൈഡ് വേസും ഓവർലാപ്പിംഗ് ഉണ്ടാവും. ഇങ്ങനെ സൈഡ് വേസ് ഓവർലാപ്പിംഗ് ഓഫ് p ഓർബിറ്റൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ എന്താണ്? ഇറ്റ് റിസൾട്ട്സ് ഇൻ പൈ ബോണ്ട്സ് എന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൈ ബോണ്ടുകൾ അത്രയധികം സ്റ്റേബിൾ അല്ല, അത്രയധികം സ്ട്രെങ്ത് ഇല്ല. കാരണം ഈ കേസിലൊക്കെ ഇതിന് തൊട്ട് മുമ്പ് കണ്ട കേസിലൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇവിടൊക്കെ ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ ടു ന്യൂക്ലിയസ്, സോ ഇറ്റ് ഈസ് സ്റ്റേബിൾ. ഇവിടെയാണെങ്കിലും ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ ടു ന്യൂക്ലിയസ്, ഇവിടെയാണെങ്കിലും ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ ടു ന്യൂക്ലിയസ് എന്നൊക്കെ പറയാൻ പറ്റും. എന്നാൽ ഇവിടെ ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് അബവ് ദ പ്ലെയിൻ ആൻഡ് ഇലക്ട്രോൺ ക്ലൗഡ് ഈസ് ബിലോ ദ പ്ലെയിൻ. അതേമാതിരി തന്നെ ഈ ന്യൂക്ലിയസുകളുടെ ഇടയിൽ എന്തുണ്ടാകും? റിപ്പൾഷൻ ഉണ്ടാവുകയും ഈ റിപ്പൾഷൻ കാരണം പൈ ബോണ്ട് അത്ര അധികം സ്റ്റേബിൾ അല്ല എന്ന് പറയും. അത് വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറയും. ഇങ്ങനെ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ഓവർലാപ്പ് ഓഫ് ഓർബിറ്റൽസ് അലോങ് ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ് എന്ന് പറയാൻ പറ്റും. പൈ ബോണ്ട് ഈസ് ഫോംഡ് ബൈ സൈഡ് വേസ് ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽസ് നമുക്ക് പറയാൻ പറ്റും. അതേമാതിരി സിഗ്മ ബോണ്ട് അതിൽ SS SP PP-യിലാണ്, എന്നാൽ പൈ ബോണ്ട് ഉണ്ടാവും PP ഓർബിറ്റലാണ് നമ്മൾ സാധാരണ പറയാം. ഓക്കെ, അതേമാതിരി ഓവർലാപ്പിംഗ് സാധാരണ ഇതിൽ കൂടുതൽ കാണുക സിഗ്മയിലാണ്. അതുകൊണ്ട് സിഗ്മ ബോണ്ട് എന്താ? ഇറ്റ് ഈസ് എ സ്ട്രോങ് ബോണ്ട്. വേറെ പൈ ബോണ്ടിൽ ഓവർലാപ്പിംഗ് കുറവായതുകൊണ്ട് പൈ ബോണ്ട് ഈസ് എ വീക്ക് ബോണ്ട് എന്ന് പറയാൻ പറ്റും. ഇലക്ട്രോൺ ക്ലൗഡ് ഇവിടെ സിമെട്രിക്കൽ ആണ്, രണ്ട് ന്യൂക്ലിയസിൻ്റെ ഇടയിലാണ്. ഇവിടെ ഇലക്ട്രോൺ ക്ലൗഡ് അത്ര സിമെട്രിക്കൽ അല്ല, ഇറ്റ് ഈസ് അൺസിമെട്രിക്കൽ എന്ന് പറയാൻ പറ്റും. സിഗ്മ ബോണ്ടിൻ്റെ കേസിൽ ഓക്കെ സിഗ്മ ബോണ്ട് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ഇലക്ട്രോൺ ക്ലൗഡ് സിമെട്രിക്കൽ അബൌട്ട് ദ ഇന്റർന്യൂക്ലിയർ ആക്സിസ്. പൈ ബോണ്ടിൽ എന്ത് ചെയ്യുക? ഇലക്ട്രോൺ ക്ലൗഡ് അബവ് ദ പ്ലെയിനും ബിലോ ദ പ്ലെയിനും ഉണ്ടെന്ന് പറയും. സിഗ്മ ബോണ്ടിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവർക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, ദാറ്റ് ഈസ് സറൗണ്ടിങ് ആറ്റംസിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. കാർബൺ റൊട്ടേഷൻ ഒക്കെ പോസിബിൾ ആണ് കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ. എന്നാൽ കാർബൺ ഡബിൾ ബോണ്ടോ കാർബൺ ത്രിബിൾ ബോണ്ടോ ഒക്കെ ദാറ്റ് ഈസ് പൈ ബോണ്ടുകൾ ഉണ്ടാകുന്ന കേസിൽ അവിടെ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ അല്ല. ഫ്രീ റൊട്ടേഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് വെൻ ദർ ഈസ് പൈ ബോണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട സംഭവം ഹൈബ്രിഡൈസേഷൻ എന്നൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്നൊരു കോൺസെപ്റ്റ് വരാനുള്ള കാരണം? ഓക്കെ, അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന കോൺസെപ്റ്റ് എന്തുകൊണ്ട് വന്നു? ഓക്കെ, നമ്മൾ പറയും സാധാരണഗതിയിൽ പ്യുവർ S ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ പോരെ, പ്യുവർ PP ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് മതി. പക്ഷെ നമുക്ക് കുറച്ച് എക്സ്പെരിമെൻ്റൽ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ല കാണാൻ കഴിയുന്നത്. ഫോർ എക്സാമ്പിൾ CH4 അല്ലേ, കാർബണിൻ്റെ കേസിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കുക. കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ, ഇങ്ങനെ പറയാൻ പറ്റും 1s2 2s2 2p അല്ലേ, എന്താണ് 1s2 2s2 2p2 ആണ്. 2s2 2p2 ആണ് വരിക അല്ലേ. അപ്പോൾ കാർബൺ കേസിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ദിസ് വാസ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോൾ കാർബൺ എക്സൈറ്റഡ് സ്റ്റേറ്റ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെയാണ് ഇവരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. ദറ്റ് ഈസ് ഇങ്ങനെയാണ് ഉണ്ടാകുക. ഓക്കെ, ഈ രീതിയിലാണ് ഉണ്ടാകുക. അപ്പോൾ ഈ കാർബൺ എന്ത് ചെയ്യും? മീത്തേനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 2s ഉണ്ട് 2p ഉണ്ട്. ഇവരായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവരുമായിട്ട് ഹൈഡ്രജൻ വന്നിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകുന്ന കാർബൺ ഹൈഡ്രജൻ ഇവിടെ ഉണ്ടാകുന്ന ബോണ്ടുകളിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഉണ്ടാകുന്ന ബോണ്ടുകളിൽ 3 ബോണ്ടുകൾ ഏകദേശം ഒരേ മാതിരിയാണ്. 3 ബോണ്ട് ലെങ്ത്തുകൾ ബോണ്ട് എനർജികൾ ഏകദേശം സിമിലർ ആകണം. 4ാമത്തെ ബോണ്ട് എന്താകണം? ഡിഫറെൻ്റ് ആകണം. കാരണം 3 എണ്ണം അല്ലേ PP ആണെങ്കിൽ അല്ലേ PS ആണെങ്കിൽ ഇവിടെ എന്താ? ഇവിടെ SS ഓവർലാപ്പിംഗ് ആണ്. ഇവിടെ എന്താ വരിക? SP ഓവർലാപ്പിംഗ് ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ എക്സ്പെരിമെൻ്റിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കാണാൻ കഴിയുന്ന 4 ബോണ്ടുകളും ഈക്വൽ എനർജിയാണ്, ഈക്വൽ ബോണ്ട് ലെങ്ത് ആണ് അല്ലേ. അതേമാതിരി തന്നെ വിചാരിച്ച മാതിരി 90 ഡിഗ്രി ബോണ്ട് ആംഗിൾ ഒന്നല്ല വരുന്നത് അല്ലേ, 119 ഡിഗ്രി 28 മിനിറ്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്യുവർ ഓർബിറ്റൽസ് എല്ലാം എന്തിൽ പങ്കെടുക്കുന്നത്? ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ കോൺസെപ്റ്റാണ് ഹൈബ്രിഡൈസേഷൻ എന്ന കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് പറഞ്ഞത് പ്യുവർ ഓർബിറ്റൽസ് അല്ല ഓവർലാപ്പിങ്ങിൽ പങ്കെടുക്കുന്നത്, ബോണ്ടിങ്ങിൽ പങ്കെടുക്കണം, മറിച്ച് ഏകദേശം സിമിലർ ആയ എനർജിയുള്ള ഓർബിറ്റൽസ് ഇൻ്റർമിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? സിമിലർ അല്ലെങ്കിൽ എന്താ സെയിം ലെവൽ എനർജിയുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആകുന്നുണ്ട്. ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് എന്തിൽ പങ്കെടുക്കുന്നത്?
എന്തിൽ പങ്കെടുക്കുന്നത്, ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത് പറയാം. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് സിമിലർ എനർജിയുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഇൻ്റർമിക്സ് ചെയ്തിട്ട് ഇക്വലൻ എനർജിയുള്ള ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവുകയും ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് എന്ത് ചെയ്യുക, ഇവർക്ക് ഒരു റെഗുലർ ഷേപ്പ് കൊടുക്കുന്നത്, അല്ലേ, എന്ത് ചെയ്യുക, മോളിക്യൂളിന് സിമെട്രിക്കലായ ഒരു റെഗുലർ ഷേപ്പ് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് മനസ്സിലായില്ലേ? കാരണം ഇങ്ങനത്തെ കുറച്ച് എക്സ്റ്റേണൽ ഡാറ്റ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്യുവർ ഓർബിറ്റൽസിലെ ഹൈബ്രിഡ് മിക്സ് ഓവർലാപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ is defined as the intermixing of atomic orbitals belonging to the same atom having slightly different energy resulting in the formation of new orbitals of equal energy and identical shape എന്നൊക്കെ പറയാൻ പറ്റും. ഇങ്ങനെ ഉണ്ടായ പുതിയ ഓർബിറ്റൽസ് നമ്മൾ എന്ത് വിളിക്കും, ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട സംഭവം, വിച്ച് ഹാവ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എനർജി, ഏകദേശം ഒരേ എനർജി അടുത്തടുത്ത എനർജി ഉള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹൈബ്രിഡൈസേഷൻ അണ്ടർഗോ ചെയ്യാൻ പറ്റുള്ളൂ. ഉണ്ടായ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എണ്ണം എന്ന് വെച്ചാൽ എത്ര അറ്റോമിക് ഓർബിറ്റൽസ് പങ്കെടുക്കുന്നു അത്രയധികം ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടായി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, SP ആണ്. 3 ഹൈബ്രിഡ് ഓർബിറ്റ് ഉണ്ടായാൽ SP2 ആണ്. 4 ഉണ്ടായാൽ SP3 ആണ്. 5 പങ്കെടുത്താൽ SP3D ആണ്. 6 പങ്കെടുത്താൽ SP3D2 ആണ്. 7 പങ്കെടുത്താൽ SP3D3 എന്നൊക്കെ പറയാൻ പറ്റും. ഇവർക്കൊക്കെ റെഗുലറായ ഷേപ്പ് ഉണ്ട്. SP ആണ് നമുക്കറിയാം ലീനിയർ ഷേപ്പാണ്. SP2 ആണെങ്കിൽ ട്രൈഗണൽ പ്ലാനാർ ആണ്. ഇത് SP3 ആണെങ്കിൽ ടെട്രാഹിഡ്രൽ ആണ്. SP3D ആണ് പെൻറ്റഗണൽ അല്ലേ, പെൻറ്റഗണൽ അല്ല, ട്രൈഗണൽ ബൈപിരമിഡൽ എന്ന് പറയും. അതേമാതിരി SP3D2 ആണ് ഒക്ടാഹെഡ്രൽ. SP3D3 ആണെങ്കിൽ എന്താ, പെൻറ്റഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചറൊക്കെ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ അറിഞ്ഞു വെക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് അറിയണം. ഇനി ഹൈബ്രിഡൈസേഷൻ നമ്മൾ പറയുന്ന കേസിൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും SP ഉണ്ട്, SP2 ഉണ്ട്, SP3 ഒക്കെ പറഞ്ഞില്ലേ. അപ്പോൾ എങ്ങനെ വരിക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും ഒരു S-ഉം അല്ലേ, ഒരു S-ഉം ഒരു P-യും ഇൻ്റർമിക്സ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഇതാണ് ഇത് മക്കളെ, നമുക്ക് പറയാൻ പറ്റും SP അല്ലേ. ഇങ്ങനത്തെ ഒരു SP ഓർബിറ്റൽ ഉണ്ടോ, അങ്ങനത്തെ SP ഓർബിറ്റൽ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ, ദാറ്റ് ഈസ് നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ഷേപ്പിൽ, ലീനിയർ ഷേപ്പിൽ നിൽക്കും. ഒരു S-ഉം ഒരു P-യും കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനത്തെ 2 SP ഓർബിറ്റൽ ഉണ്ടാവും. 2 SP ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഫോംഡ്. അവരുടെ ഇടയിൽ 180 ഡിഗ്രി ഉണ്ടാവും. ദേ വിൽ ബി ഹാവിങ് ലീനിയർ ഷേപ്പ്. അതുകൊണ്ടാണ് അവരുടെ ഷേപ്പ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പം എല്ലാ കേസിലും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. SP2ൻ്റെ കേസിലാണെങ്കിൽ SP3ൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ഇങ്ങനെ പറയാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ അറിഞ്ഞു വെക്കേണ്ട സംഭവം SP3Dയിലാണെങ്കിൽ ഇവിടെ പങ്കെടുക്കുന്ന DZ² ആയിക്കാരും. ഇവിടെ ആണെങ്കിൽ DZ² ഉണ്ടാവും. അതേമാതിരി DX² Y² ആണ്. D² ആണെങ്കിൽ ഇനി D3 ആണെങ്കിൽ അവിടെ DZ² ഉണ്ടാവും. പിന്നെ DX² Y² ഉണ്ടാവും. പിന്നെ DXYയുമാണ് പങ്കെടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞു വെക്കുക. ഇതിലൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് പങ്കെടുക്കുക PZ ആണ്. PZ ആണ് ആദ്യം ഉണ്ടാകുക. PZ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, വേറെ ആൾക്കാരും ഉണ്ടാകും എന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, സാധാരണ ഇതിൽ ഇൻ്റർന്യൂക്ലിയർ ആക്സിസ് Z ആക്സിസ് ആണെങ്കിൽ എന്ന രീതിയിലാണ് നമ്മളിതൊക്കെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് MOT ആണ്, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എന്ന് പറഞ്ഞ തിയറിയാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ നമ്മൾ പറയും ഈ ഹൈബ്രിഡൈസേഷനും ബാലൻസ് ബോണ്ട് തിയറി ഒക്കെ നല്ല തിയറി അല്ലേ, എന്തെങ്കിലും ഡിമെറിറ്റ്സ് ഉണ്ടോ ചോദിച്ചാൽ കുറച്ച് ഡിമെറിറ്റ്സ് ഉണ്ട്. ഒരു ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ബാലൻസ് ബോണ്ട് തിയറി പ്രകാരം ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ അടിപൊളിയാണ് സംഭവം. പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഓക്സിജൻ പാരാമാഗ്നറ്റിക് ആണോ അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. അതേമാതിരി തന്നെ ചില മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിമെറിറ്റ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്തൊരു തിയറി കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് MOT, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് പ്യൂർലി ഓൺ ക്വാണ്ടം മെക്കാനിക്സ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യുക, ഓർബിറ്റൽ കോൺസെപ്റ്റ് ഒക്കെ കറക്റ്റ് പറയുന്ന കാര്യങ്ങളാണ്. ഷോഡിംഗർ വേവ് ഇക്വേഷൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന് എക്സ്പ്ലനേഷൻ വരുന്നത്. അത്ര ഡെപ്തിൽ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. MOT പറഞ്ഞത് നിങ്ങൾക്ക് ആറ്റംസിൽ ഇലക്ട്രോൺ അറ്റോമിക് ഓർബിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത്, ഓക്യുപ്പൈ ചെയ്യുന്നത്, അതേമാതിരി മോളിക്യൂൾസിൽ എന്തുണ്ട്, മോളിക്കുലാർ ഓർബിറ്റൽ ഉണ്ട്. ഈ മോളിക്കുലാർ ഓർബിറ്റലാണ് ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതേമാതിരി ആറ്റത്തിന്റെ കേസിൽ ഇലക്ട്രോൺസ് ആർ റിവോൾവിങ് അല്ലേ, ആറ്റംസ് ആർ സറൗണ്ടഡ് ബൈ എ സിംഗിൾ ന്യൂക്ലിയസ്. എന്നാൽ മോളിക്യൂൾസ് ആണെങ്കിൽ MOTയിൽ എന്തുണ്ട്, ഇലക്ട്രോൺ ക്ലൗഡിന് ചുറ്റും 2 ന്യൂക്ലിയസ് ഉണ്ടാകും എന്നൊക്കെയാണ് MOT പറഞ്ഞത്. ഈ MOTൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ് പറയുന്നത് അല്ലേ, അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ മാതിരി അല്ലേ, അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ മാതിരി എന്താണ്, അറ്റോമിക് ഓർബിറ്റൽ ആറ്റത്തിനുള്ളിൽ അറ്റോമിക് ഓർബിറ്റൽ ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യണം. അതേമാതിരി മോളിക്യൂളിൽ എന്തുണ്ട്, മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ട്, അവിടെയാണ് ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. ഇനി
number of MOTs, that is number of MO molecular orbitals formed is equal to the number of atomic orbitals combining in bond formation. Okay, രണ്ട് atomic orbital combine ചെയ്തിട്ട് എന്തുണ്ടാകും, രണ്ട് molecular orbitals ഉണ്ടാകും. ഓക്കെ, അതേമാതിരി molecular orbitals they are arranged in increasing order of energy. നമുക്കറിയാം 1s 2s 2p 3s 3p എന്നൊക്കെ പറയില്ലേ, അതേമാതിരി എന്താണ് molecular orbitals എന്ത് ചെയ്യുക, increasing order of energyയിലാണ് ഫില്ല് ചെയ്ത് പോവുക. അവിടെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് ആയ ഒഫോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, അതേമാതിരി പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഇതൊക്കെ നമ്മൾ ഒബേ ചെയ്ത് പോകണം എന്ന് പറയും. ഇനി എങ്ങനെയാണ് ഇവിടെ മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നത്? അത് വളരെ സിമ്പിളായ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ബൈ ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ഓക്കെ, ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റൽസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അതാണ് വേവ് ഫംഗ്ഷൻ സൈ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഈ സൈൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്, അഡീഷനും സപ്രാഷനും വഴി ആണ് എന്ത് ചെയ്യുക, മോളിക്കുലർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഇറ്റ് ഇസ് ബൈ ദ അഡീഷൻ ഓഫ് സപ്രാഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഓർബിറ്റൽസ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, രണ്ട് ഇല്ലേ, എ എന്ന അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്, ബി എന്ന അറ്റോമിക് ഓർബിറ്റൽ ഉണ്ട്, ഇവർ സൈ ഇല്ലേ വേവ് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊന്നെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അത് ഇൻ ഫേസ് ആണ്, ഇൻ ഫേസ് അല്ലെങ്കിൽ സെയിം സൈനുള്ള അഡീഷൻ ആണ് അല്ലേ, സെയിം സൈൻ ആണ് വരിക, അല്ലെങ്കിൽ ഇൻഫേസ് അഡീഷൻ ആണ്. ഇൻഫേസ് അഡീഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബോണ്ടിങ് ഓർബിറ്റലാണ് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. അതേമാതിരി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്നതാണ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലാണ് മോർ സ്റ്റേബിൾ ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് ലീസ്റ്റ് എനർജി എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കുറച്ച് കേസുകളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോണേ രണ്ട് 1s അല്ലേ, അടുത്ത് നമ്മൾ പറയാൻ പോണേ എനർജി ലെവൽ ഡയഗ്രാം ഫോർ എന്താ മോളിക്കുലർ ഓർബിറ്റൽസ് ആണ് പറയുന്നത്. അതിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എനർജി ലെവൽ ഡയഗ്രാം ഫോർ 1s ഓർബിറ്റൽസ് അല്ലേ. അതായത് ഒരു 1s ഓർബിറ്റലും വേറെ 1s ഓർബിറ്റലും കമ്പൈൻ ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യുക. ചിലപ്പോൾ രണ്ട് പേരും സെയിം സൈൻ ആണെങ്കിൽ, ഇൻ ഫേസ് ആണെങ്കിൽ അവരെന്തുണ്ടാക്കും, അവർ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് അവരെന്ത് ചെയ്യും, നമുക്ക് എന്ത് കിട്ടും, വിൽ ബി ഗെറ്റിംഗ് എ സിഗ്മ ബോണ്ടിങ് BMO മോളിക്കുലർ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും കിട്ടും. അവർ എനർജി കമ്പാരിറ്റീവ്ലി എന്തിനും ഇവരെക്കാട്ടിൽ എന്തിനും കുറവായിരിക്കും എന്ന് പറയാൻ പറ്റും. എന്നാൽ ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവും ഔട്ട് ഓഫ് ഫേസ് ഓവർലാപ്പിംഗ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുക സിഗ്മ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലുണ്ട്. അവർ എനർജി കൂടുതലേക്കാരും ഇവിടെ എന്ത് ചെയ്യുക, ന്യൂക്ലിയസ് എന്ത് ചെയ്യുക, രണ്ട് ഇലക്ട്രോണിന് ചുറ്റും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടാവും. എന്നാൽ ഇവിടെ എന്താ ചെയ്യുക, റിപ്പൽഡേക്കാരും, കാരണം ഈ ന്യൂക്ലിയസ് റിപ്പൽഷൻ ഉണ്ടാവും. ഇവിടെ ഒരു നോഡൽ പ്ലെയിനൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ സിഗ്മയാണ്, ദാറ്റ് ഇസ് BMO വിൽ ബി ഹാവിങ് ലോവർ എനർജി, സോ ഇറ്റ് വിൽ ബി മോർ സ്റ്റേബിൾ ദാൻ ABMO ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി അതേമാതിരി തന്നെ എനർജി ലെവൽ ഡയഗ്രാം ഫോർ 2pz പറയുമ്പോൾ അല്ലേ, 2pzൻ്റെ കേസിൽ ഇങ്ങനെ തന്നെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഒരു ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ വരുന്നുണ്ട്, ഒരു ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ 2pz വരുന്നുണ്ട്, സിഗ്മ സ്റ്റാർ 2pz വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇനി അതേമാതിരി നമ്മൾ അടുത്ത് പറഞ്ഞാൽ 2px 2py ഇവരൊക്കെ എന്ത് ചെയ്യുക, ഓവർലാപ്പ് ചെയ്യുമ്പോൾ സൈഡ് ബേസ് ഓവർലാപ്പിംഗ് അല്ലേ, അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും അവിടെയും എന്തുണ്ട് പൈ 2px എന്ന ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലുണ്ട്, പൈ സ്റ്റാർ 2px എന്ന ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലുണ്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. റെഡി അല്ലേ? ഇത് ഇൻ ഫേസ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവും ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ കമ്പൈൻ ചെയ്താൽ ഇൻ ഫേസ് ആണ്. അപ്പോൾ എന്താ ഉണ്ടാകുക, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാകുക. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഇങ്ങനത്തെ സൈൻ വന്നാൽ ഇവിടെ എന്തുണ്ടാവും, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉണ്ടാവും. ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എപ്പോഴും അൺസ്റ്റേബിൾ ആണ്, കാരണം അവിടെ ഇടയിൽ നിന്നുണ്ടാവും നോഡൽ പ്ലെയിൻ ഒക്കെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ എനർജി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവരുടെ എനർജി ഫില്ലിംഗ് പറയുമ്പോൾ എങ്ങനെ ഫില്ല് ചെയ്യാം, സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s അങ്ങനെ ഫിൽ ചെയ്ത് പോകും. അങ്ങനെ ഫിൽ ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അപ് ടു നൈട്രജൻ വരെ, ദാറ്റ് ഈസ് എന്താണ് അപ് ടു N2, ദാറ്റ് ഈസ് N2 പറഞ്ഞാൽ എത്ര 14 ഇലക്ട്രോൺസ് വരെ ഈ ഒരു കോൺഫിഗറേഷനായി വരിക. ദാറ്റ് ഈസ് എന്താ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s പിന്നെ വരിക ഏതാണ് പൈ 2px ഈക്വൽ ടു പൈ 2py പിന്നെ ഇത് വരും സിഗ്മ 2pz പിന്നെ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py പിന്നെ സിഗ്മ സ്റ്റാർ 2pz. ഇങ്ങനെയാണ് ഇവരുടെ അറേഞ്ച്മെൻറ്റ് വരിക. ദാറ്റ് ഈസ് ഇവർ ഇങ്ങോട്ട് വരുമ്പോൾ എനർജി കൂടി വരും, ഇവർ ഈക്വലൻ്റ് ആയിക്കാരും. ഇങ്ങനെയാണ് ഇതിന് എനർജി ലെവൽ വരിക. അപ്പോൾ ഈ രീതിയിലാണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ രീതിയിലാണ് വരിക. ദാറ്റ് ഈസ് ഈ ഭാഗത്ത് ചെറിയൊരു വ്യത്യാസമാണ്. അപ് ടു 14 ഇലക്ട്രോൺസ് നൈട്രജൻ വരികയാണെങ്കിൽ ഇതാണ് ഫോളോ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇവിടെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ 2
ഇവിടെ 1 ഇവിടെ 2 1 ദാറ്റ് ഈസ് അപ് ടു നൈട്രജൻ കോഡ് എന്താ താഴോട്ട് അല്ലേ മേലോട്ട് പോകുമ്പോൾ 2 1 എന്ന കോഡ് കൊടുത്ത് വെക്കുക കേട്ടോ. ഇങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ ഇവിടെ നേരെ നൈട്രജൻ കഴിഞ്ഞാൽ ഇവിടെ നേരെ ഒരു ചേഞ്ച് ഉണ്ടാകും. ദാറ്റ് ഈസ് ആദ്യം വരിക സിഗ്മ 2pz, അത് കഴിഞ്ഞിട്ടാണ് പൈ 2px പൈ 2py വരിക. കോൺഫിഗറേഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ അപ് ടു നൈട്രജൻ്റെ കേസിൽ എന്ത് ചെയ്യുക 1s2 2s2 2p3 ആണ്. അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പം അവിടെയുള്ള 2sഉം 2pയും തമ്മിൽ വലിയ എനർജി ഡിഫറൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ ഇൻ്റർമിക്സിങ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ചെറിയ എനർജി ചേഞ്ച് ഉണ്ടാകുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ നെക്സ്റ്റ് 1 O2 അല്ലേ 40 ഇലക്ട്രോൺസിന് മുകളിൽ എന്ത് ചെയ്യാം O2ൻ്റെ കേസിൽ F2ൻ്റെ കേസിൽ നിയോണിൻ്റെ കേസിൽ ഈ കേസിലൊക്കെ എന്ത് സംഭവിക്കും, ഈ കേസിലൊക്കെ ഇങ്ങനെയാണ് വരിക. ദാറ്റ് ഈസ് എങ്ങനെ വരും സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s. അതേമാതിരി എന്ത് ചെയ്യുക പിന്നെ വരിക സിഗ്മ 2pz ആണ്. പിന്നെ എന്താ വരിക പൈ 2px ഈക്വൽ ടു പൈ 2py ആണ്. പിന്നെ എന്ത് വരും പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py വരും. പിന്നെ ലാസ്റ്റ് എന്ത് വരും സിഗ്മ സ്റ്റാർ 2pz ആണ് വരിക. എന്നാൽ ചിലപ്പോൾ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇവിടെ വരിക 1 2 2 1 ആണ് കേട്ടോ. ദാറ്റ് ഈസ് 1 2 2 1 എന്ന കോഡ് കൊടുത്ത് വെക്കുക കേട്ടോ. ഈ രീതിയിലാണ് വരിക. ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. ഓക്കെ, ഇവിടുന്ന് എനർജി വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇങ്ങനെ വരിക. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ദാറ്റ് ഈസ് 2 അല്ലേ സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻസ് വരും, ബോണോടൊക്കെ കാണാനുള്ള ക്വസ്റ്റ്യൻസ് വരും, പാരാമാഗ്നറ്റിക് ഡയമാഗ്നറ്റിക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് അല്ലേ. അപ്പോൾ നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടെത്താൻ എന്ത് ചെയ്യുക ഉള്ള ഒരു മെത്തേഡാണ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ് മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. ദാറ്റ് ഈസ് ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NB മൈനസ് NA എന്ന് പറയും. NB എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ. ദിസ് ഈസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ബോണ്ട് ഓർഡർ കണ്ടെത്തുമ്പോൾ ഓക്സിജൻ്റെ കേസിൽ ബോണ്ട് ഓർഡർ നമുക്ക് എന്ത് കിട്ടും 2 കിട്ടണം അല്ലേ. നൈട്രജൻ്റെ കേസിൽ നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടെത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം 3 കിട്ടണം. ഇതൊക്കെ നമുക്ക് കിട്ടുന്നതായി കാണാൻ പറ്റും. റെഡിയില്ലേ. അതേമാതിരി ഈ തിയറി പാരാമാഗ്നറ്റിക് ആണ്, ഡയമാഗ്നറ്റിക് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ ആ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, റെഡിയല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ കുറച്ച് മോളിക്യൂൾസിൻ്റെ ബോണ്ട് ഓർഡർ നമുക്ക് നോക്കാം, എങ്ങനെയൊക്കെ കണ്ടെത്താം. ആ മോളിക്യൂളിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ നമുക്ക് വരച്ച് നോക്കാം. ഓക്കെ, റെഡിയാണ് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. സോ നമുക്ക് എമൗണ്ടിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പം ഓരോരോ മോളിക്യൂളിൻ്റെ കേസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഒരു ആളെന്ന് വെച്ചാൽ H2 മോളിക്യൂളിൻ്റെ കേസ് നമുക്ക് പറയാൻ പറ്റും. H2 മോളിക്യൂളിൻ്റെ കേസ് നമുക്ക് പറയുമ്പോൾ H2 മോളിക്യൂൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഹൈഡ്രജൻ 2 ഇലക്ട്രോൺ ആണുള്ളത് അല്ലേ. ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ടാവും. 2 ഇലക്ട്രോൺ വരുന്ന കേസ് നമുക്ക് പറയാൻ പറ്റും. ഇയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന രീതി എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി അല്ലേ എന്താ സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ എന്ത് ചെയ്യുക ഫിൽ ചെയ്ത് പോകും. ഇവിടെ സിഗ്മ 1s 2 ഇലക്ട്രോൺസ് ഉണ്ടാവും, സിഗ്മ സ്റ്റാർ 1s 0 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ പറയുമ്പോൾ ഹാഫ് ഇൻറ്റു NB മൈനസ് NAയിൽ 2 മൈനസ് 1 ഇറ്റ് വിൽ 2 മൈനസ് 0 സോ ഇറ്റ് വിൽ ബി 2/2. ബോണ്ട് ഓർഡർ 1 ആയിക്കാരും ആൻഡ് ഇറ്റ് വിൽ ബി ഡയാമാഗ്നറ്റിക് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ. ഇനി രണ്ടാമത്തെ മോളിക്യൂൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മോളിക്യൂളാണ് ഇത് ഹീലിയം മോളിക്യൂൾ He2 മോളിക്യൂൾ. He2 മോളിക്യൂൾ എടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരും സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ 4 ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് ഇവിടെ 2 എന്താ 0 ആണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കിട്ടും ഹാഫ് ഇൻറ്റു NB മൈനസ് NA അല്ലേ NB2 Na2 സോ ഇറ്റ് ഈസ് 0. ബോണ്ട് ഓർഡർ 0 ആണ്. ബോണ്ട് ഓർഡർ 0 എന്ന് വെച്ചാൽ ഹീലിയം 2 ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇങ്ങനത്തെ ഒരു മോളിക്യൂൾ ഉണ്ടോ, ഇങ്ങനത്തെ ഒരു മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. റെഡി അല്ലേ. അതേമാതിരി നമ്മൾ എന്ത് ചെയ്യുക ഹൈഡ്രജൻ ഹീലിയം ഈ ലിത്തിയത്തിൻ്റെ മോളിക്യൂള് Li2 മോളിക്യൂൾ ഉണ്ടോ ചോദിച്ചാൽ ഹൈഡ്രജൻ ഹീലിയം ലിത്തിയം അല്ലേ. ലിത്തിയത്തിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും 6 ഇലക്ട്രോൺസ് ഉണ്ടാവില്ലേ. അപ്പോൾ എങ്ങനെ വരും സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s എന്ന രീതിയിൽ വെക്കുമ്പോൾ ഇവിടെ 2
4 അല്ലേ 6 ഇവിടെ 0 ആയിക്കാരം അല്ലേ. അപ്പോൾ ഇത് ബോണ്ടിലോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഹാഫ് ഇൻറ്റു ഇത് മൊത്തം എടുക്കണം നിർബന്ധമല്ല, കാരണം 2ഉം 2ഉം ബോണ്ടിങ് ആൻറ്റി ബോണ്ടിങ് ഇത് ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. സോ എത്ര വരും 2 2 4 മൈനസ് 2 എത്ര വരും, ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു 2/2 1 എന്ന് വരും. ഇവിടെ ഇതും എന്താണ് ഡയാമാഗ്നറ്റിക് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ, ഡയാമാഗ്നറ്റിക് ആയിട്ടാണ് പറയാം ലിത്തിയം. അതേമാതിരി ബെരിലിയം പറയാൻ പറ്റും അല്ലേ, ബോറോൺ പറയാൻ പറ്റും. ഇനി അതേമാതിരി നമുക്ക് പറയാൻ പറ്റുന്ന അടുത്തൊരു കേസാണ് കാർബണിൻ്റെ കേസ്. ഓക്കെ, കാർബണിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ബാക്കിയുള്ള എക്സാമ്പിൾസ് നിങ്ങൾ നോക്കുക, ബെരിലിയം ചെയ്ത് നോക്കുക, അതേമാതിരി ബോറോണൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, കാർബണിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറയുമ്പോൾ ജസ്റ്റ് വൺ. ഓക്കെ, കാർബണിൻ്റെ എക്സാമ്പിൾ ഇതൊരു C2 മോളിക്യൂൾ. C2 മോളിക്യൂൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും C2 മോളിക്യൂൾ പറയുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും, 12 ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ. നൈട്രജൻ വരെ നോർമലാണ്, 12 ഇലക്ട്രോൺസ് ഉണ്ടാവും. 12 ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോൾ എങ്ങനെ വരും, സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s. ഇനി എങ്ങനെ വരിക, ബിലോ 12 ആണെങ്കിൽ 2121 ആണ് കോഡ്, പറഞ്ഞത് ഓർമ്മ ഉണ്ടാവും അല്ലേ. പൈ 2pxും പൈ 2py വരിക, പൈ 2pxും പൈ 2py ആണ് വരിക അല്ലേ. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ 2 4 അല്ലേ 6 8 എന്ത് ചെയ്യുക, 2 ഇലക്ട്രോൺ കൂടിയും അല്ലേ. അപ്പോൾ 8 ഇലക്ട്രോൺസ് ആയി. അപ്പോൾ എന്താ ഇവിടെ 1 അല്ലേ. എങ്ങനെ വരിക, ഇവിടെ ആദ്യം ഒരു ഇലക്ട്രോൺ വരും, പിന്നെ ഇവിടെ ഒരു ഇലക്ട്രോൺ വരും, പിന്നെ ഇവിടെ 2 ഇലക്ട്രോൺ ആവും, ഇവിടെ 2 ഇലക്ട്രോൺ ആവും അല്ലേ. അങ്ങനെയാണ് ഫില്ല് ചെയ്ത് പോകുക. അതായത് ഇവിടെയും 2 ഉണ്ടാവും, ഇവിടെയും 2 ഉണ്ടാവും. റെഡി അല്ലേ. അപ്പോൾ ഈ മുകളിൽ വരും. അപ്പോൾ കാർബണിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യുക, വേപ്പർ ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂളാണ് ഈ കാർബണിൻ്റെ കേസിൽ നമ്മൾ പറയാറുണ്ട് ഈ 2 ബോണ്ടുകളും പൈ ബോണ്ടുകളാണെന്ന് പറയാറുണ്ട് കേട്ടോ. C2 മോളിക്യൂളിൽ 2 ബോണ്ടുകൾ എന്താണ് പൈ ബോണ്ടുകളാണെന്ന് പറയാറുണ്ട്. ഇനി ബോണ്ട് ഓർഡർ നോക്കുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. ഹാഫ് ഇൻറ്റു എത്ര വരും, 2 4 8 അല്ലേ, 8 മൈനസ് 4 2 തന്നെ വരും. ഇത് അതേമാതിരി എന്തെങ്കിലും ഫുള്ളി പെയ്ഡ് ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി ഡയാമാഗ്നറ്റിക് എന്ന് പറയാൻ പറ്റും കേട്ടോ. ഡയാമാഗ്നറ്റിക് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഇനി ഇതേമാതിരി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസാണ് നൈട്രജൻ്റെ കേസ് അല്ലേ. 5th one N2. ഈ N2 നൈട്രജൻ മോളിക്യൂളിൻ്റെ കേസ് നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം നൈട്രജൻ മോളിക്യൂൾ വരുമ്പോൾ 7 14 ഇലക്ട്രോൺസ് ആണ് അല്ലേ. അതായത് 2 1 2 1 ആ കോമ്പിനേഷൻ തന്നെയാണ് വരിക. ദാറ്റ് ഈസ് എങ്ങനെ വരും, സിഗ്മ അല്ലേ, എന്താണ് സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s. പിന്നെ 14 ഇലക്ട്രോൺസ് ആണ് പണ്ടത്തെ മാതിരി തന്നെ പൈ 2px ഈസ് ഈക്വൽ ടു പൈ 2py, പിന്നെ സിഗ്മ 2pz, പിന്നെ പൈ സ്റ്റാർ 2px ഈസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2py, പിന്നെ ലാസ്റ്റ് എന്താ സിഗ്മ സ്റ്റാർ 2pz വരും അല്ലേ. അപ്പോൾ 2 4 6 8 10 12 പിന്നെന്ത് വരും, ഇവിടെ 40 വരും അല്ലേ. ഈ മോഡലാണ് വരിക. ഇവിടെ ബാക്കിയൊക്കെ 0 ആയിക്കാരം അല്ലേ. അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, ഹാഫ് ഇൻറ്റു 2 4 8 10 അല്ലേ, 10 മൈനസ് 4 6/2. അപ്പോൾ എത്ര കിട്ടും, 3 എന്ന് കിട്ടും അല്ലേ. ഫുള്ളി പെയ്ഡ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എന്താ ഡയാമാഗ്നറ്റിക് എന്ന് പറയാൻ പറ്റും. റെഡി അല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ടൈപ്പ് കോൺഫിഗറേഷൻ വരിക. എന്നാൽ 14 ഇലക്ട്രോൺസിൻ്റെ മുകളിൽ വരുന്ന മോളിക്യൂൾസ് ഒന്നും ഇങ്ങനെയല്ല വരിക. അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു എക്സാമ്പിൾ എന്ന രീതി നമുക്ക് എന്ത് ചെയ്യാം, O2ൻ്റെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകാം കേട്ടോ. O2 ദാറ്റ് ഈസ് O2 ൽ 16 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ ഈ ഹിയർ എന്താണ്, ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 14 ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ എന്താ ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എങ്ങനെ വരിക, സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2x. പിന്നെ എങ്ങനെ വരിക അല്ലേ, ഇവിടെ എങ്ങനെയാണ് വരിക, ആദ്യം സിഗ്മ 2pz പിന്നെ പൈ 2px ഈസ് ഈക്വൽ ടു പൈ 2py, പിന്നെ സിഗ്മ സ്റ്റാർ അല്ല സോറി py, പിന്നെ പൈ സ്റ്റാർ 2px ഈസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2py, പിന്നെ സിഗ്മ 2pz സ്റ്റാർ ഇങ്ങനെ വരിക അല്ലേ. ദാറ്റ് ഈസ് 1 2 2 1 ആ ഒരു ഫോർമാറ്റിലാണ് വരിക. അപ്പോൾ 2 2 2 4 6 8 10 12 14 പിന്നെന്താ 16 ആകുമ്പോൾ ഇവിടെ ഒന്നും ഇങ്ങനെയാണ് വരിക അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ BU എടുക്കുമ്പോൾ ബോണ്ട് ഓർഡർ എടുക്കുമ്പോൾ എങ്ങനെ വരിക, 2 4 6 10 അല്ലേ, 10 മൈനസ് 2 4 6 ദാറ്റ് ഈസ് എന്താ 4/2 2 ആണ് വരിക. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഇറ്റ് വിൽ ബി പാരാമാഗ്നറ്റിക്. ദാറ്റ് ഈസ് O2 പാരാമാഗ്നറ്റിക് ആണെന്ന് ആർക്ക് തെളിയിക്കാൻ കഴിഞ്ഞു,
MOTക്ക് തെളിയിക്കാൻ പറഞ്ഞു. അത് MOTന് വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയാം അല്ലേ. ഒരു പാരാമാഗ്നറ്റിക് തെളിയിക്കാൻ പറ്റുന്ന ഒരാൾ ഇതാണ്, MOT തിയറിയാണ് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പാരാമാഗ്നറ്റിക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ പാരാമാഗ്നറ്റിക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാനുള്ള എളുപ്പവഴി ഉണ്ടോ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ വെച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ പാരാമാഗ്നറ്റിക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക് അറിയാനുള്ള ഷോർട്ട് കട്ട് ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതി തരാം. പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ആകണം, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാകണം, അല്ലെങ്കിൽ 10 ഇലക്ട്രോൺ ആകണം, അല്ലെങ്കിൽ 16 ഇലക്ട്രോൺ സ്പീഷീസ് ആണ് കേട്ടോ. പാരാമാഗ്നറ്റിക് എന്നാൽ ഒന്നുകിൽ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് വന്നാൽ മതി, അല്ലെങ്കിൽ 10 ഇലക്ട്രോണോ അല്ലെങ്കിൽ 16 ഇലക്ട്രോണോ വന്നാൽ ഇതൊക്കെ എന്താ പാരാമാഗ്നറ്റിക് സ്പീഷീസ് എന്ന് പറയാൻ പറ്റും. അല്ലാതൊക്കെ എന്തൊക്കെ ഡയമാഗ്നറ്റിക് കൈകാര്യം എന്ന് പറയാൻ പറ്റും. പേരാണെങ്കിൽ ഡയമാഗ്നറ്റിക് കൈകാര്യം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇതാണ് MOT തിയറിയിൽ കാര്യമായിട്ട് പറയാനുള്ളത്. MOT തിയറിയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ചോദിക്കാറുണ്ട്, ബോണ്ട് ഓർഡർ ചോദിക്കാറുണ്ട്, ഒരു സ്റ്റെബിലിറ്റി ഒക്കെ ചോദിക്കാറുണ്ട്. ഇനി ചില സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബോണ്ട് ഓർഡർ സെയിം ആവും. ബോണ്ട് ഓർഡർ സെയിം ആയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെബിലിറ്റി എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ്ങിൽ നോക്കിയാൽ മതി. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ കൂടുകയാണെങ്കിൽ റിപ്പൾഷൻ കൂടും, അപ്പോൾ സ്റ്റെബിലിറ്റി കുറയുമെന്ന് ഓർത്താൽ മതി. അപ്പോൾ ബോണ്ട് ഓർഡർ കൂടിയാൽ സ്റ്റെബിലിറ്റി കൂടും. ഇനി അഥവാ ബോണ്ട് ഓർഡർ സെയിം ആയി വന്നാൽ നിങ്ങൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ നോക്കിയാൽ മതി, അത് കൂടുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി കുറയുമെന്ന് പറയാൻ പറ്റും. ഫോർ മോളിക്യൂൾസ് വിത്ത് സെയിം ബോണ്ട് ഓർഡർ എന്ന് പറയാൻ പറ്റും. റെഡിയല്ലേ? ഇനി ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് നമ്മൾ പറയാൻ പോകുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് കേട്ടോ. ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രജൻ ഈസ് കണക്റ്റഡ് ടു മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയ എലമെൻറ്റ്സ് ആയ ഫ്ലൂറിന് ഓക്സിജൻ നൈട്രജനെ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടുത്തെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണം ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും അതിൻ്റെ അടുത്തുള്ള എന്ത് ചെയ്യുക ഫ്ലൂറിൻ ഓക്സിജൻ നൈട്രജൻ എന്ന ആൾക്കാർക്ക് ഒരു പാർഷ്യൽ എന്ത് കിട്ടും, നെഗറ്റീവ് ചാർജും കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ എന്തുണ്ടാകും, അവിടെ ചെറിയ ഇവിടെ പാർഷ്യൽ നെഗറ്റീവ്, അവിടെ പാർഷ്യൽ പോസിറ്റീവ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ദേ വിൽ ബി പോളാർ മോളിക്യൂൾ. അങ്ങനെ എന്ത് ചെയ്യും, അഡ്ജസൻ്റ് ആയ ഒരു വേറെ മോളിക്യൂൾ വരുമ്പോഴും അവിടെ എന്തുണ്ടാകും, അവിടെ ചെറിയ രീതിയിലുള്ള ഒരു ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാകും. ഈ ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. ഓക്കെ, അതായത് വെൻ ഹൈഡ്രജൻ ആറ്റം ഈസ് ലിങ്ക്ഡ് ടു ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ലൈക്ക് ഫ്ലൂറിൻ, ഓക്സിജൻ ഓർ നൈട്രജൻ under the influence of another strongly electronegative atom, then a weak bond is developed between them and this is known as hydrogen bond എന്ന് പറയും. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ആണ് പറഞ്ഞത്. ഇനി ഹൈഡ്രജൻ ബോണ്ട് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇന്റർമോളിക്കുലർ ഉണ്ട്, ഇൻട്രാമോളിക്കുലർ ഉണ്ട്. ഇന്റർമോളിക്കുലർ എന്ന രണ്ട് മോളിക്യൂളിലെ ഇടയിലുള്ള ബോണ്ടിങ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കാണാറ്റോ അല്ലേ, ഒരു വാട്ടർ മോളിക്യൂളും വേറെ വാട്ടർ മോളിക്യൂളും ഇടയിൽ ഉണ്ടാകുന്ന ബോണ്ടാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഈ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഈസ് വെരി സ്ട്രോങ്, വളരെ സ്ട്രോങ് ആണ്. ഇങ്ങനെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അവർ ബോയിലിംഗ് പോയിന്റിൽ വ്യത്യാസം വരാറുണ്ട്, വോളിയം പോയിന്റ് കൂടാറുണ്ട്, അതേമാതിരി ഫിസിക്കൽ സ്റ്റേറ്റിലൊക്കെ മാറ്റം വരാറുണ്ട്. ഇനി അതേമാതിരി തന്നെ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആണെങ്കിൽ അതുകൊണ്ട് നമ്മൾ H2O ലിക്വിഡ് ആണ്, H2S ഗ്യാസ് ആണെന്ന് പറയും. കാരണം എന്താ, H2O നല്ല എക്സ്റ്റൻസീവായ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ടാണ്, അടുത്തടുത്ത് വന്നത് കൊണ്ടാണ് H2O വാട്ടർ ആയത്, H2S എന്തായത് ഗ്യാസ് ആയി എന്നൊക്കെ പറയാറുണ്ട്. അതേമാതിരി ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് പറഞ്ഞാൽ ഒരു മോളിക്യൂളിൽ തന്നെ അതിലുള്ള ഹൈഡ്രജൻ ആറ്റമും അതിന് കറസ്പോണ്ടിങ് ആയ തൊട്ടടുത്തുള്ള ഓക്സിജനോ നൈട്രജനോ ഫ്ലൂറിനോ ആയിട്ടുള്ള ഉണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ടാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇത് കാര്യമായിട്ട് കാണാൻ ഓർഗാനിക് കോമ്പൗണ്ട്സിലാണ്. ഓർത്തോ പൊസിഷനിലൊക്കെ എന്ത് ചെയ്യും, ഹൈഡ്രജന് തൊട്ടടുത്ത് തന്നെ ഫ്ലൂറിനോ ഓക്സിജനോ നൈട്രജനോ വന്നാൽ ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ഓർത്തോ നൈട്രോ ഫീനോൾ അല്ലേ, ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യാം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെയുള്ള ഫീനോളിൽ എന്തായി OH ഗ്രൂപ്പും നൈട്രോൻ്റെ NO2 ഓക്സിജൻ ഗ്രൂപ്പും ഓക്സിജനും ഹൈഡ്രജനും തമ്മിലൊരു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇത് അത്ര അധികം സ്ട്രോങ് അല്ല, കമ്പാരിറ്റീവ്ലി ഇന്റർമോളിക്കുലർ ആയി നോക്കുമ്പോൾ ഇത് വീക്ക് ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഇതിന് മുമ്പ് ബാക്ക് ബോണ്ടിങ് എന്നൊരു ടോപ്പിക്ക് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബാക്ക് ബോണ്ടിങ് പറഞ്ഞാൽ ഒന്നുമില്ല, ഇങ്ങനത്തെ കേസാണ്. ദാറ്റ് ഈസ് ഗ്രൂപ്പ് 13ൻ്റെ കോമ്പൗണ്ട്സ് നമ്മൾ സാധാരണ കാണുന്ന കേസാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ BF3 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്കറിയാം ഇവർക്ക് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, ഇവർക്ക് വേക്കൻ്റ് ആയ ഒരു ഓർബിറ്റലുണ്ട്. ഇവിടെ എന്തുണ്ട്, ഫ്ലൂറിനൊക്കെ എന്തുണ്ട്, ലോൺ പെയേഴ്സ് ഉണ്ട്. ഈ ലോൺ പെയേഴ്സ് എന്ത് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഒരു ഓവർലാപ്പിംഗ് ആണ്, അതിനാണ് നമ്മൾ വിളിക്കുക ബാക്ക് ബോണ്ടിങ്. ഓക്കെ, അതായത് ഇവിടെ അങ്ങോട്ട് ബോണ്ട് പ്രൊവൈഡ് ചെയ്തു, അവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്തു, ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്തു. അങ്ങനെ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെൻട്രൽ ആറ്റത്തിന് വേക്കൻ്റ് ആയ ഓർബിറ്റലും വേണം, തൊട്ടടുത്തുള്ള അഡ്ജസൻറ്റ് ആറ്റത്തിന് എന്തും വേണം, ലോൺ പെയേഴ്സും വേണം, എന്നാൽ മാത്രമേ
ബാക്ക് ബോണ്ടിങ് പോസിബിൾ ആവുള്ളൂ. ബാക്ക് ബോണ്ടിങ്ങിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ലീവിസ് അസിഡിക് സ്ട്രെങ്ത് ഒക്കെ പറയാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ബാക്ക് ബോണ്ടിങ് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് VSEPR ഹൈബ്രിഡൈസേഷനും VBTയും അതേമാതിരി MOT തിയറിയാണ് വരുന്നത്. ഇവിടെ നിന്നാണ് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ഇയറിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അത് നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായി നോക്കാൻ പറ്റും. ഓക്കെ റെഡി അല്ലേ? അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാൻ പറ്റും, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഈ ക്വസ്റ്റ്യനെ നമുക്ക് നോക്കുമ്പോൾ ഇല്ലേ, മഗ്നീഷ്യം ഹൈഡ്രൈഡ് ഉണ്ട്, ജർമ്മനിയത്തിന് ഹൈഡ്രൈഡ് ഉണ്ട്, B2H6 ഉണ്ട്, അതേമാതിരി ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റും ജർമ്മനിയം ഹൈഡ്രൈഡ് എന്ന് പറയുന്നത് സിലിക്കണിന് കാർബണൊക്കെ തൊട്ടടി വരുന്നതാണ്. അതുകൊണ്ട് ഇറ്റ് വിൽ ബി ഇലക്ട്രോൺ പ്രിസൈസ് ആയിക്കാരം അല്ലേ. ബി എന്താണ് 1 ആണോ? B1 ആക്കുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. B2H6 ആണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ് അല്ലേ, ഇത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, ഗ്രൂപ്പ് 13 ആണ്. HF എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് ആണ്. അതേമാതിരി MgH2 എന്ന് പറഞ്ഞാൽ എന്താണ്, അയണിക് ആണ്. അപ്പോൾ A4 വരുന്നത് അത്ര ഒരു ഓപ്ഷനേ ഉള്ളൂ, A4 ആണ്. B1 ആണ്, C2 ആണ്, D അതേമാതിരി എന്ത് ചെയ്യുക 3 ആയിട്ട് വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ അമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ വിൽ ഹാവ് മാക്സിമം ലോൺ പെയർ ഇലക്ട്രോൺ റിപ്പൽഷൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ഞാൻ ചെറിയൊരു ടെക്നിക്കൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഏതൊരു മോളിക്യൂൾ വന്നാലും അതിനെ ഹൈബ്രിഡൈസേഷനും ലോൺ പെയർസും ഒക്കെ കണ്ടെത്താനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ഹിസ്റ്ററിക് നമ്പർ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ആളുകൾ നിങ്ങൾ നോക്കുക. ഇതിൽ ലോൺ പെയർ റിപ്പൽഷൻ ഏറ്റവും അധികം കൂടുതലുള്ള ആളുകൾ എന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ ആദ്യം വരുന്ന ആളാണ് ClF3. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് നിങ്ങൾ കൗണ്ട് ചെയ്യുക. ഓക്കെ, ക്ലോറിൻ 7 ആണ് അല്ലേ, ഫ്ലോറിൻ്റെ കേസിൽ എന്താണ് 7 ആണ്. അപ്പോൾ എന്താ ഇവിടെ ക്ലോറിൻ്റെ 7ഉം ഇവിടെ എത്രയാണ് 7 14 21 7 × 3 21. അപ്പോൾ മൊത്തം ആഡ് ചെയ്യുമ്പോൾ 28 ഇലക്ട്രോൺസ് നമുക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, 8നോട് ഡിവൈഡ് ചെയ്യുക. 8നോട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ നമ്പർ കിട്ടില്ലേ, ഈ നമ്പർ നമ്മൾ സാധാരണ വിളിക്കുക പേരാണ് ഹിസ്റ്ററിക് നമ്പറൊക്കെ പറയും കേട്ടോ. ഈ നമ്പറിനെ ഈ നമ്പറില്ലേ ദിസ് നമ്പറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ 8നോട് ഡിവൈഡ് ചെയ്യുക. 8നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോഷ്യൻ്റ് കിട്ടൂലേ, കോഷ്യൻറ്റും കിട്ടും പ്ലസ് എന്ത് കിട്ടാവും, റിമൈൻഡറും കിട്ടും. കോഷ്യൻറ്റും കിട്ടും, അതേമാതിരി നിങ്ങൾക്ക് എന്ത് കിട്ടും, റിമൈൻഡറും കിട്ടും. യു വിൽ ഗെറ്റ് എന്താണ്, റിമൈൻഡറും കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ കോഷ്യൻ്റ് ഇല്ലേ, ഈ കോഷ്യൻ്റാണ് ഇവിടുത്തെ നമ്പർ ഓഫ് ബോണ്ട് പെയേഴ്സ്. അതേമാതിരി റിമൈൻഡർ ബൈ 2 ആണ് നമ്പർ ഓഫ് ലോൺ പേയേഴ്സ് എന്ന് പറയും, നമ്പർ ഓഫ് ലോൺ പേയേഴ്സ് എന്ന് പറയും. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ നമ്പറിലെ ടോട്ടൽ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് 8നോട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോഷ്യൻ നമ്പർ ഓഫ് ബോണ്ട് പെയറും റിമൈൻഡർ ബൈ 2 ചെയ്താൽ നമ്പർ ഓഫ് ലോൺ പെയറും കിട്ടും. ഇത് രണ്ടും കൂടി കൂട്ടി നിങ്ങൾക്ക് ഹൈബ്രിഡൈസേഷൻ പറയാൻ പറ്റും, സ്ട്രക്ചറൊക്കെ പറയാൻ പറ്റും, വളരെ വ്യക്തമായി പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ 28/8 നമ്മൾ ചെയ്യുമ്പോൾ 8 16 24 3 ടൈംസ് 24 എത്ര കിട്ടും, 4 കിട്ടും അല്ലേ. അപ്പോൾ 3 ബോണ്ട് പെയേഴ്സും 4/2 2 ലോൺ പേയേഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് sp3d ആണ് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ClF3ൻ്റെ ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ ഈ ഒരു മോഡലാണ് വരിക, sp3d ഹൈബ്രിഡൈസേഷൻ വരിക. ലോൺ പേയേഴ്സ് നമുക്ക് ഏറ്റവും നല്ലത് എവിടെ വെക്കാനാണ്, നമുക്കറിയാം ഇറ്റ് ഈസ് അറ്റ് ഇക്വറ്റോറിയൽ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും. അതേമാതിരി ഇവിടെ എന്തുണ്ടാകും, ഫ്ലോറിൻ ഉണ്ടാവും അല്ലേ, ഇവിടെ ഫ്ലോറിൻ ഇവിടെ ഫ്ലോറിൻ ഇവിടെ ഫ്ലോറിൻ ഉണ്ടാകുന്നതായി കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഉള്ള സംഭവം അതാണ്. ഇനി സെക്കൻഡ് കേസ് ഏതാ വരുന്നത്, IF5 IF5 വരുമ്പോൾ മൊത്തം ആഡ് ചെയ്ത് നോക്കുക, 5ഉം അല്ലേ, എല്ലാം ഹാലജൻസ് ആണ്. ഇപ്പോൾ 6 × 7 42 ആണ് വരിക. 42 എന്ന് പറഞ്ഞാൽ എത്ര വരും, 5 × 8 ആണ്. 5 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ ആണ്. അപ്പോൾ ഏതാ വരിക, ഇറ്റ് ഈസ് കമ്മിങ് ഒക്ടാഹൈഡ്രൽ സ്ട്രക്ചറാണ് വരിക. സോ എങ്ങനെ വരും ഇല്ലേ, ഇങ്ങനെയാണ് വരിക, ഫ്ലോറിൻ 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 ഫ്ലോറിൻ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലോൺ പെയർ വെക്കും. ഓക്കെ, ഇനി SF4 അല്ലേ, SF4 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, എത്ര ഇലക്ട്രോൺസ് വരും, 7 14 21 28. പിന്നെ സൾഫറിൻ്റെ എത്ര വരും, 6 വരും. 28 30 34 ഇലക്ട്രോൺസ് വരും അല്ലേ, 34 ഇലക്ട്രോൺസ്. ദാറ്റ് ഈസ് എത്രയാണ്, 8 16 24 32 4 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ. ഓക്കെ, അപ്പോൾ ഈ കേസിലും എന്താ sp3d ആണ് വരിക, ഇങ്ങനെ വരും അല്ലേ, സൾഫർ ഇങ്ങനെ വരും, sp3d ആണല്ലോ അല്ലേ, ട്രൈഗണൽ ബൈപിരമിഡാണ് വരിക അല്ലേ.
1 2 3 4 5 അല്ലേ, ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇക്വറ്റോറിയൽ പൊസിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രോൺ വെക്കുക. ബാക്കി മൊത്തം എന്തുണ്ടാവും, ഇവിടെ ഫ്ലോറിൻ, ഇവിടെ ഫ്ലോറിൻ, ഇവിടെ ഫ്ലോറിൻ, ഇവിടെ ഫ്ലോറിൻ. ആൻഡ് ലാസ്റ്റ് വൺ സിനോണിൻ്റെ കേസാണ്. സിനോൺ വരുമ്പോൾ 7 അല്ലേ, XeF2 ആണ്. XeF2ൽ വരുമ്പോൾ എത്ര വരും, 7 14 14 22 ഇലക്ട്രോൺ വരും. 22 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്ര അറിയോ, 22 ഇലക്ട്രോൺ ദാറ്റ് ഈസ് എന്താ 7 8 16 2 ബോണ്ട് പെയർ പ്ലസ് അല്ലേ 16 അല്ലേ, അപ്പോൾ 3 ലോൺ പെയേഴ്സ് ഉണ്ടാവും അല്ലേ, 3 ലോൺ പെയേഴ്സ് ഉണ്ടാവും. 3 ലോൺ പെയേഴ്സ് വരുമ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇത് SP അല്ലേ, ഇവരെ സ്ട്രക്ചർ വരിക എങ്ങനെ വരിക, ഇറ്റ് ഈസ് ആൾസോ sp3d ആണ് വരിക. ഇപ്പോൾ സിനോൺ 1 2 3 4 5ൽ ഇവിടെ എന്തുണ്ടാകും, ഇവിടെ ഫ്ലൂറിൻ ഉണ്ടാവും, ഇവിടെ ഫ്ലൂറിൻ ഉണ്ടാവും അല്ലേ. ബാക്കി ഇത് ലോൺ പെയർ ആയിക്കരും, ഇതും ലോൺ പെയർ ആയിക്കരും, ഇതും ലോൺ പെയർ ആയിക്കരും. അപ്പോൾ ഏറ്റവും അധികം ലോൺ പെയർ റിപ്പൾഷൻ ഉണ്ടാവുക ഏതാ, XeF2ലാണ് ഏറ്റവും അധികം ലോൺ പെയർ റിപ്പൾഷൻ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ വിച്ച് അമംഗ് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചോദ്യം. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കണം, നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി C2 മോളിക്യൂൾ ഹാസ് 4 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് 2 ഡീജനറേറ്റ് പൈ മോളിക്കുലർ ഓർബിറ്റൽസ്. അത് ശരിയാണ്, നമ്മളിത് കണ്ടിട്ടുണ്ട്. C2ൽ എന്തുണ്ട്, 4 ഇലക്ട്രോൺസ് ഉണ്ട്, അത് ശരിയാണ്, ട്രൂ ആണ്. H2 പ്ലസ് അയോൺ ഹാസ് 1 ഇലക്ട്രോൺ, തീർച്ചയായിട്ടും H2ന് 2 ഇലക്ട്രോൺ, H2 പ്ലസിന് ഇലക്ട്രോൺ, അതും ശരിയാണ്. O2 പ്ലസ് അയോൺ ഈസ് ഡയാമാഗ്നറ്റിക്, ഒരിക്കലാവില്ല, കാരണം അത് പൈ സ്റ്റാർ 2pxലും പൈ സ്റ്റാർ 2pയിലും 1 ഇലക്ട്രോൺ. ഇനി O2 പ്ലസ് ആയാലും ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ അതും എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇൻകറക്റ്റ് അല്ലേ, അതൊക്കെ കറക്റ്റ് ഇല്ല, സോറി, അതായത് O2 O2 പ്ലസ് എന്ന് പറഞ്ഞാൽ അത് പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക് ആയില്ല. ഓക്കെ, ഇറ്റ് വിൽ ബി പാരാമാഗ്നറ്റിക് ആണ്. കാരണം എന്താ, പൈ സ്റ്റാറിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും, പൈ സ്റ്റാറിൽ ഒരു ഇലക്ട്രോൺ എങ്ങനെ ഉണ്ടാവും, അപ്പോൾ പാരാമാഗ്നറ്റിക്. അപ്പോൾ ആൻസർ D ആണ് വരുന്നത്. ഇനി ഓപ്ഷൻ നമുക്ക് ശരിയാണല്ലെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെ സ്പീഷീസ് ഉള്ളത്, ഏതൊക്കെ ഉള്ളത്, O2 പ്ലസ് ഉണ്ട്, O2 ഉണ്ട്, O2 മൈനസ് ഉണ്ട്, O2 2 മൈനസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, അതേമാതിരി എന്താണ് സിഗ്മ അല്ലേ, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, അതേമാതിരി 16 ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ എങ്ങനെ വരിക, ആദ്യം പിന്നെ സിഗ്മ 2pz, പിന്നെ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py, പിന്നെ സോറി 1 മിനിറ്റ്, അതായത് എങ്ങനെ വരും, സിഗ്മ 2pz വരും, പിന്നെ പൈ 2px ഈക്വൽ ടു പൈ 2py വരും, പിന്നെ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py വരും, പിന്നെ ഇത് വരും സിഗ്മ സ്റ്റാർ 2pz വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിലാണ് വരിക അല്ലേ. അപ്പോൾ നമ്മൾ ഓക്സിജൻ്റെ കേസിൽ ആദ്യം O2ൻ്റെ കേസ് എടുക്കുമ്പോൾ 2 4 6 8 10 12 14 15 16, അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ 2 വരിക അല്ലേ. O2 പ്ലസ് ആകുമ്പോൾ ഒരു ഇലക്ട്രോൺ കുറയും, ഒരു ഇലക്ട്രോൺ കുറയുമ്പോൾ എത്ര വരിക, ഒരു ഇലക്ട്രോൺ കുറയുമ്പോൾ അല്ലേ 2 4 6 10 മൈനസ് എത്ര വരിക, 2 4 6ന് പകരം ഇവിടെ 5 ആകും. അപ്പോൾ 5/2 ദാറ്റ് ഈസ് 2.5 എന്ന് വരും അല്ലേ. അപ്പോൾ O2 പ്ലസ് 2.5 ആണ് അല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്യുക, അത് ട്രൂ ആണ്. O2 അതും ട്രൂ ആണ്. ഇനി ഇവിടെ ആകുമ്പോൾ എത്ര വരും, ഇവിടെ 10 മൈനസ് ഇലക്ട്രോൺ കൂടി വരുമ്പോൾ എത്ര ആകും, 6 ഉള്ള 7 ആകും, 7/2 വരും. അപ്പോൾ ഇത് എത്ര വരും, 1.5 വരും. അപ്പോൾ അതും ട്രൂ ആണ്. ഇവിടെ ഒരു ഇലക്ട്രോൺ കൂടി വന്നാൽ എന്ത് സംഭവിക്കും, 10 മൈനസ് 8/2 2/2, അത് 1 ആകും. അപ്പോൾ അത് എന്ത് ചെയ്യുക, അതും ട്രൂ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അല്ലേ. അപ്പോൾ അത് എല്ലാം റെഡിയാണ്. ഇതിൽ ആകെ തെറ്റുള്ളത് O2 പ്ലസ് അയോൺ എന്തല്ല, ഡയാമാഗ്നറ്റിക് അല്ല. കാരണം ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്താൽ ഇവിടെ വീണ്ടും എന്തുണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്, അത് പാരാമാഗ്നറ്റിക് ആണെന്ന കാര്യം അറിഞ്ഞു വെക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. BF3 ഇസ് പ്ലാനാർ ആൻഡ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട്, ഹൈബ്രിഡൈസേഷൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അണ്ടർ ദ സെൻട്രൽ ആറ്റം. ഓക്കെ, BF3 നമുക്ക് അറിയുന്ന സ്ട്രക്ചറാണ്, റെഗുലർ ജോമെട്രി ആണ്. ഇറ്റ് ഈസ് ഹാവിങ് sp2 ഹൈബ്രിഡൈസേഷൻ വിത്ത് 120 ഡിഗ്രി ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് സെൻട്രൽ ആറ്റത്തിൻ്റെ ചുറ്റും എത്ര ഉണ്ട്, 6 ഇലക്ട്രോൺ ആണ് നമുക്ക് കാണാൻ പറ്റും. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. ബോറോണിൻ്റെ കേസിൽ അല്ലേ BF3 എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ബോറോൺ ഹൈഡ്രജൻ ഹീലിയം ലീത്തിയം ബെരീലിയം ബോറോൺ അല്ലേ, 3 + 7 14 21, ഇറ്റ് ഈസ് ഹാവിങ് 24 ഇലക്ട്രോൺസ്. 24/8 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 3 24 0, ദാറ്റ് ഈസ് 3 ബോണ്ട് പെയർ പ്ലസ് 0 ലോൺ പെയർ. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, റെഡിയാണ് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാൻ പറ്റും. ഇവിടെ നമ്മൾ മാനേജ് ചെയ്യണം
ഓക്കെ, മാച്ച് ചെയ്യാൻ മാനേജ് ചെയ്യണം. അപ്പോൾ അതിൽ ആ ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താ, PCl5 ആണ്. PCl5 നമുക്കറിയാം ഇറ്റ് ഈസ് ട്രൈഗണൽ പിരമിഡൽ. SF6 ഒക്ടാഹിഡ്രൽ ആണ്. BF3 ഓക്കെ നമുക്ക് A3 ആണ്, ബി അല്ലേ, A4 ആണ്, B3 ആണ്. ഇനി C നോക്കണം, BRF5 നോക്കണം അല്ലേ. BRF5 ഏതാണ് കിട്ടിയാൽ തീരുമാനമാകും. BRF5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊക്കെ ഹാലജൻസ് ആണ്. ഹാലജൻസ് അല്ലേ, 6 × 7 42 ഇലക്ട്രോൺസ് മൊത്തം ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും, BRF5 എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും, 5 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ. അപ്പോൾ ഈ സ്ട്രക്ചറിലാണ് വരിക. 1 2 3 4 5 ഇതിലൊരു ലോൺ പെയർ ഉണ്ട്. ലോൺ പെയർ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ എന്തുണ്ടാകും, ഫ്ലൂറിൻ 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 ഫ്ലൂറിൻ. അപ്പോൾ സ്ക്വയർ പ്ലാനാറാണ് വരിക അല്ലേ, സ്ക്വയർ പ്ലാനാർ. ഓക്കെ, സ്ക്വയർ പ്ലാൻ അല്ല, സ്ക്വയർ പിരമിഡലാണ് വരിക അല്ലേ, സ്ക്വയർ പിരമിഡലാണ് വരിക. അപ്പോൾ C1 വരും. അപ്പോൾ C1 വരുന്ന ഓപ്ഷൻ ഏതാ, ഈ C ആണ് വരിക അല്ലേ. അപ്പോൾ ഈ ഓപ്ഷനാണ് വരിക. ഇനി വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ D ഒന്ന് ചെക്ക് ചെയ്യുക. D2 ആണോ നോക്കാം. BF3 യെസ്, തീർച്ചയായും BF3 നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ട്രൈഗണൽ പ്ലാനാർ, അത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് D2 ആണ്, അത് ശരിയായ ഉത്തരമാണ് കേട്ടോ. അപ്പോൾ C ആണ് നമുക്ക് കറക്റ്റായ ഒരു ഓപ്ഷൻ വരിക. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾസ് ഈസ് നോൺ പോളാർ ഇൻ നേച്ചർ. ഇതിൽ ഏതാണ് നോൺ പോളാർ വരുന്നത്. ഓക്കെ, നമുക്കറിയാം NO2 എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബെൻഡ് ഷേപ്പാണ് വരിക. അപ്പോൾ അത് പറ്റുമോ, അത് പറ്റില്ല. POCl3 എന്ന് പറഞ്ഞാൽ അയാളെ സ്ട്രക്ചർ വരുന്നത് ഏകദേശം ഇങ്ങനെ, P ഡബിൾ ബോണ്ട് O Cl Cl Cl. അപ്പോൾ ഇതുമല്ല വരിക. CH2 അല്ലേ, CH2 പറഞ്ഞാൽ എന്താ, അതും വരില്ല. HCHO ആണ് ഇവിടെ ഉദ്ദേശിച്ചത്, HCHO ആണ് ഇവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് പറ്റുമോ, അത് പറ്റില്ല. അപ്പം ഇതുമല്ല. ഓക്കെ, ഇതുമല്ല വരിക. സോ ഇതുമല്ല ഷേപ്പ് വരിക. അപ്പോൾ ലാസ്റ്റ് വരിക എന്താ, SpCl2 ആണോ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ SpCl5 വരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇറ്റ് ഈസ് കമ്മിങ് നൈട്രജൻ ഫാമിലി. അപ്പോൾ എന്താ, 5 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ക്ലോറിൻ 7 × 5 35 14 ഇലക്ട്രോൺസ് വരും. അപ്പോൾ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് 5 ബോണ്ട് പെയർസ് ആണ്. 5 ബോണ്ട് പെയർസ് ആണെങ്കിൽ ഏത് സ്ട്രക്ചറാണ് വരിക, ഇങ്ങനത്തെ സ്ട്രക്ചറാണ് വരിക. സോ ഇറ്റ് ഈസ് ഹാവിങ് ട്രൈഗണൽ ബൈപിരമിഡൽ സിമെട്രിക്കൽ സ്ട്രക്ചർ. ആൻഡ് സിമെട്രിക്കൽ സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് എന്തായി, നോൺ പോളാറായി. നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്തായി മാറും, 0 ആയി മാറും. സോ ദ ആൻസർ ഈസ് SpCl5 തന്നെയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അതേമാതിരി അടുത്ത് നമുക്ക് നോക്കാനുള്ള വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് മോളിക്യൂൾസ് വിൽ ഹാവ് 0 ഡൈപോൾ മൊമെന്റ് ആണ് പറയുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ അമോണിയ ഉണ്ട്, അമോണിയ പറ്റില്ല. സെക്കൻഡ് കേസിൽ നമുക്ക് നോക്കുമ്പോൾ ബോറോൺ ട്രൈഫ്ലോറൈഡ്, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് പറയാൻ പറ്റില്ല, കാരണം HF പോളാർ ആണ്. അപ്പോൾ അതും പറ്റില്ല. തേർഡ് വൺ നമുക്ക് പറയുമ്പോൾ വാട്ടർ ഡൈപോൾ മൊമെന്റ് ഉള്ള ആളാണ്, കാരണം ഇങ്ങനെയാണ് കേസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവരും ഡൈപോൾ മൊമെന്റ് ഉള്ള, അപ്പോൾ അതും പറയാൻ പറ്റില്ല. വിൽ ഹാവ് 0 ഡൈപോൾ. ബോറോൺ ട്രൈഫ്ലോറൈഡ് പറ്റും, ബെറിലിയം ഡൈഫ്ലോറൈഡ് പറ്റും. കാർബൺ ഡയോക്സൈഡ് ലീനിയർ ഷേപ്പാണ്, പറ്റും. ഓക്കെ, ലാസ്റ്റ് 1,4 ഡൈക്ലോറോബെൻസീൻ. യെസ്. ഓക്കെ, ഇവിടെ എന്താ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ ക്ലോറിൻ അല്ലേ. എന്ത് ചെയ്യുക, ഇവിടെ എന്ത് ചെയ്യുക, സിമെട്രിക്കൽ സ്ട്രക്ചർ ആയതുകൊണ്ട് അയാളുടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിക്കരും. സോ ദ ആൻസർ ഈസ് D എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത ഐഡന്റിഫൈ മോളിക്യൂൾ വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, O2 എക്സിസ്റ്റ് ചെയ്യും നമുക്കറിയാം, C2 എക്സിസ്റ്റൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, L2 എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ He2 ബോണ്ട് ഓർഡർ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരുന്നു ബോണ്ട് ഓർഡർ ഈസ് 0. സോ He2 എക്സിസ്റ്റ് ചെയ്യില്ല. സോ ദ ആൻസർ ഈസ് He2 എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് ഏറ്റവും കറക്റ്റ് ഓർഡർ ആണ് പറഞ്ഞത്. അപ്പോൾ അതിൽ 3 ഡൈപോൾ മൊമെന്റ് ഇല്ലാത്ത ആൾ BF3 ആണ്. പിന്നെ ഏറ്റവും അധികം ഡൈപോൾ മൊമെന്റ് ഉള്ള H2 ആണ്, കാരണം H2Oയിൽ 2 ലോൺ പെയർസ് ഉണ്ട്. 2 ലോൺ പെയർസ് ഉള്ളതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് വളരെ കൂടുതലായി കാര്യം. പിന്നെ NF3 NH3 ആണ്. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടിരുന്നു NH3 NF3 കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് ഡൈപോൾ മൊമെന്റ് കൂടുതൽ, NH3ക്കാണ് ഡൈപോൾ മൊമെന്റ് കൂടുതൽ. കാരണം നമുക്ക് കാണാൻ പറ്റും, ഇവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് വളരെ കൂടുതലാണ്. NF3ക്ക് അതിനെക്കാട്ടിലും കുറവാണ്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ദാറ്റ് ഈസ് BF3 ലെസ് ദാൻ NF3 ലെസ് ദാൻ NH3 ലെസ് ദാൻ H2O. ദാറ്റ് ഈസ് ദ ഓപ്ഷൻ ഈസ് സെക്കൻഡ് വൺ ആണ് വരിക. റെഡി. ഇനി അടുത്ത നമുക്ക് നോക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് പാരാമാഗ്നറ്റിക് H2 2 ഇലക്ട്രോൺ പറ്റില്ല, N2 14 ഇലക്ട്രോൺ പറ്റില്ല, 6 ഇലക്ട്രോൺ പറ്റില്ല. എന്നാൽ O2 16 ഇലക്ട്രോൺ അത് പറ്റുക തന്നെ ചെയ്യും. നമ്മൾ പഠിച്ചിരുന്നു O2 ഈസ് പാരാമാഗ്നറ്റിക്. അതാണ് MODൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ്, പാരാമാഗ്നറ്റിക് ആണ് പറയാൻ സാധിച്ചു എന്നത് അല്ലേ. ഇനി അടുത്ത, ഇൻ ദ സ്ട്രക്ചർ ClF3 ദ നമ്പർ ഓഫ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഓൺ സെൻട്രൽ ആറ്റം ക്ലോറിൻ എന്നാണ് ചോദ്യം. നമുക്കറിയാം ക്ലോറിൻ F3 എന്ന് പറയുമ്പോൾ 7 14 21 28 28 ഇലക്ട്രോൺ ആണെങ്കിൽ 3 ബോണ്ട് പെയർ 8 16 24 പ്ലസ് 2 ലോൺ പെയർസ് ആണ് വരിക. സ്ട്രക്ചർ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചർ T ഷേപ്പ് വരും എന്ന് നമുക്കറിയാം അല്ലേ. ദാറ്റ് ഈസ് 2 ലോൺ പെയർസ് ഉണ്ടാവും. സോ ദ ആൻസർ ഈസ് 2 എന്ന് നമുക്ക് പറയാൻ പറ്റും.
ഇനി അതേമാതിരി കൺസിഡർ ദ ഫോളോയിങ് സ്പീഷീസ് വിച്ച് വൺ ഓഫ് ദീസ് വിൽ ഹാവ് ദ ഹയസ്റ്റ് ബോണ്ട് ഓർഡർ. ഓക്കെ, നമ്മൾ ഓരോരോ ആൾക്കാർ ബോണ്ട് ഓർഡർ നോക്കണം. നമുക്കറിയാം, ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട് ആണെന്ന് നമുക്കറിയാം. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൽ അല്ലേ, സ്പീഷീസിൽ ബോണ്ട് ഓർഡർ എന്തെങ്കിലും ബോണ്ട് ഓർഡർ സെയിം ആയിരിക്കും എന്നറിയാം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കേണ്ട സംഭവം ഇങ്ങനെ 14 ഇലക്ട്രോൺസ് വരുന്ന ഏതെങ്കിലും ആളുണ്ടോ എന്ന് നോക്കണ്ടേ. ഇവിടെ CN- നോക്കുമ്പോൾ കാർബൺ 6, നൈട്രജൻ 7, പിന്നെ ഒരു ഇലക്ട്രോൺ എത്ര കിട്ടും? 14 ഇലക്ട്രോൺ കിട്ടും അല്ലേ. അപ്പോൾ അത് പറ്റും. ഇനി CN+ ആണെങ്കിലോ 6ഉം 7ഉം, പിന്നെ 6 + 7 - 1 ആണ് വരെ. അപ്പോൾ 6 + 6 12 ഇലക്ട്രോൺ. അപ്പോൾ അത് പറ്റില്ല. ഇവിടെ 6 + 7 13 ഇലക്ട്രോൺ. ഇവിടെ എത്ര വരും? ഇവിടെ നൈട്രജൻ 6 അല്ലേ, നൈട്രജൻ 5 അല്ലേ, നൈട്രജൻ 5, ഓക്സിജൻ എത്ര വരിക? ഓക്സിജൻ 6 എത്ര വരും? 11 ഇലക്ട്രോൺസ് വരും. അപ്പോൾ ഏറ്റവും ആപ്റ്റ് ഉത്തരം 14 ഇലക്ട്രോൺസ് വരുന്ന ഏതാ? CN- ആണ് വരിക. റെഡി? അപ്പോൾ വേണമെങ്കിൽ ചെക്ക് വെരിഫൈ ചെയ്താൽ വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും? N ട്രിപ്പിൾ ബോണ്ട് Nൻ്റെ അതേ ഓർഡറിൽ തന്നെ വരും. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, ലാസ്റ്റ് വൺ ആയോ അറിയാം നോക്കാം. ദ കറക്റ്റ് ജോമെട്രി ആൻഡ് ഹൈബ്രിഡൈസേഷൻ ഓഫ് XeF4. ഓക്കെ, XeF4 പറഞ്ഞാൽ അല്ലേ, XeF4 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? സിനോൺ 8 ഇലക്ട്രോൺസ്, ഫ്ലൂറിൻ എത്ര? 4 × 7, 7, 14, 21, 28, 30, 36 electrons represents 32 ഇലക്ട്രോൺ ആണെങ്കിൽ 4 ബോണ്ട് പെയർ പ്ലസ് 2 ലോൺ പെയർ അല്ലേ. ദാറ്റ് ഈസ് അപ്പോൾ സിനോൺ ഏത് ഇങ്ങനെ ഉണ്ടാവും? ഈ ഒരു ഡയറക്ഷനിലാണ് ഉണ്ടാവുക. ലോൺ പെയർസ് 2 ഉള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് വെക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ വെച്ചു. ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു? ഫ്ലൂറിൻ കൊടുത്തു അല്ലേ. അപ്പോൾ അത് ഏത് ഹൈബ്രിഡൈസേഷൻ വരിക? ദിസ് ഈസ് sp3d2 അല്ലേ, sp3d2 ആണ് വരിക. sp3d2 വിത്ത് സ്ക്വയർ പ്ലാനാർ സ്ട്രക്ചർ. വെരി ഗുഡ് അല്ലേ, ഡി കിട്ടും. ഇനി അതേമാതിരി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് പോളാർ മോളിക്യൂൾ. ഓക്കെ, പോളാർ മോളിക്യൂൾ ഏതാണ്? SiF4. ഓക്കെ, SiF4 ആണ്. ഇറ്റ് ഈസ് സിമിലർ ടു CH4. അപ്പോൾ ഇതല്ല. BF3 അല്ല. ഓക്കെ, XeF4 അല്ലെങ്കിൽ SF4 ആണ് വരിക. XeF4 തൊട്ട് നമ്മൾ കണ്ടു അല്ലേ, XeF4 സ്ട്രക്ചറാണ് തൊട്ട് നമ്മൾ കണ്ടത്. ഫ്ലോറിൻ. സോ ഇവരുടെ കേസിൽ എന്ത് ചെയ്യാം? പോളാർ മോളിക്യൂൾ അല്ലാന്ന് പറയാം. ഇനി ജസ്റ്റ് SF4 ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. SF4 വരിക സൾഫർ അല്ലേ, സൾഫറിൻ്റെ 6 ഇലക്ട്രോൺസ്. ഇവിടെ 4 അല്ലേ, 4 × 7, 7, 14, 21, 28, 30, 34 ഇലക്ട്രോൺ. ദിസ് ഇൻഡിക്കേറ്റ് 4 ബോണ്ട് പെയർ പ്ലസ് 1 ലോൺ പെയർ ആണ് വരിക അല്ലേ. അപ്പോൾ എങ്ങനെ വരും? ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരിക. സോ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഒരു ലോൺ പെയർ, ഇവിടെ എന്താ? ഫ്ലോറിൻ. സോ ദ നോൺ പോളാർ അല്ലേ, സോ ദ പോളാർ മോളിക്യൂൾ ഈസ് എന്താണ്? SF4 നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, റെഡി അല്ലേ? സോ നമുക്ക് പറയാൻ പറ്റണം ഈ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ബോത്ത് സ്പീഷീസ് ഹാവ് sp3 ഹൈബ്രിഡൈസേഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ അത് ഓരോന്നോരോന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഏറ്റവും അധികം പരിചയമുള്ള ആളുകൾ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് കാണാൻ പറ്റും ഇവിടെ SeF4 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എന്താ? സിമിലർ ടു CH4 ആണ്. അപ്പോൾ ഇത് sp3 ആണ്. BeH2 പറഞ്ഞാൽ ലീനിയർ ആണ്. സോ ഇറ്റ് ഈസ് sp ആണ് ഷേപ്പ് വരിക. NF3 ആണ് പിരമിഡൽ ഷേപ്പാണ്. sp3 ഹൈബ്രിഡൈസേഷൻ. H2O ബെൻഡ് ഷേപ്പാണ്. sp3 ആണ് വരിക. അപ്പോൾ ഇതാണ് നമ്മൾ ആൻസർ വരിക. ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് BF3 sp2 ആണ്. NF3 എന്താ വരിക? sp3 ആണ് വരിക. H2S ലൈക്ക് വാട്ടർ ആണ്. sp3 ആണ് വരിക. BF3 എന്താ വരിക? sp2 ആണ് വരിക. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി NF3. ഇനി സംശയമുള്ള ആളുകൾക്ക് നമ്മൾ പഠിച്ച ആ മെത്തേഡ് ഓർമ്മല്ലേ? ദറ്റ് ഈസ് ആ നമ്പർ, ദറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസിനെ നിങ്ങൾ 8 ഡിവൈഡ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കോഷ്യൻ പ്ലസ് റിമൈൻഡർ ഓർത്താൽ മതി. ഓക്കെ, ദിസ് കോഷ്യൻ റിപ്രസെൻറ്റിംഗ് നമ്പർ ഓഫ് ബോണ്ട് പെയർസ്. ഈ റിമൈൻഡർ ബൈ 2 ഇറ്റ് ഈസ് റെപ്രസെൻറ്റിംഗ് നമ്പർ ഓഫ് ലോൺ പേഴ്സ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അത് വളരെ എളുപ്പമുള്ള ടെക്നിക്കാണ്. ഇങ്ങനത്തെ ബോണ്ട് പേഴ്സും ലോൺ പേഴ്സിനും എണ്ണം കിട്ടി കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ അല്ലേ. ഇവിടെ ടോട്ടൽ ഇലക്ട്രോൺ പെയർ നോക്കുക. 2 ആണെങ്കിൽ sp3 ആണെങ്കിൽ sp2, 4 ആണെങ്കിൽ sp3, 5 ആണെങ്കിൽ sp3d അല്ലേ, 6 ആണെങ്കിൽ sp3d2. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് നമ്മൾ എന്ത് ചെയ്യുക? ക്ലാസ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പിന്നെ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ പഠിച്ചു പോവുക. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്ക് വരുന്നത് MOT ആണ്. MOTയും ഹൈബ്രിഡൈസേഷനും VBTയും
ഇത് കുറച്ച് എന്താ ടൈപ്പോളജിയിലൊക്കെയാണ് ഇതിൽ ഏറ്റവും അധികം ക്വസ്റ്റൻസ് കാണുക. കഴിഞ്ഞ കൊല്ലം നീറ്റ് 2024 നമുക്ക് ഏകദേശം 4 ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഈ ചാപ്റ്റർ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അത് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആർക്കെങ്കിലും നമ്മൾ ക്രാഷ് കോഴ്സിന് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മളെ നീറ്റ് ക്രാഷ് കോഴ്സുകൾ ബാച്ചുകൾ എന്ത് ചെയ്യുക, നീറ്റ് ക്രാഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20th മാർച്ചിലാണ്. അതുമാതിരി കീം ക്രാഷ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 27th മാർച്ചിലാണ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ടൈമിൽ അറ്റംപ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് നീറ്റ് JEE റിപ്പീറ്റേഴ്സ് ബാച്ച്. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 1 ജൂൺ 2025 നിങ്ങൾ അനുജന്മാരോ അഞ്ചത്തിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് +1 +2ൻ്റെ കൂടെ എൻട്രൻസ് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്ന യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളാണ്. ഓക്കെ, ഇനി അതിന് ചേരാൻ കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ വേറെ സ്കൂളിൽ ചേരണം എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഹോളിഡേ ബാച്ചുകൾ +1 +2 ഹോളിഡേ ഓഫ്ലൈൻ ബാച്ചുകളുണ്ട്. ഇനി എഞ്ചിനീയറിംഗിന് എന്ത് ചെയ്യുക, JEE പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, JEEൻ്റെ ഓൺലൈൻ ബാച്ചുകളും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് ഒക്കെ അവൈലബിൾ ആകണമെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ചേരുമ്പോൾ അതിനുവേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന എക്സാമാണ് യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാം. ഇത് 2 ഏപ്രിൽ 2025 കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടി ഇവിടെ പഠിക്കാം. നല്ല റാങ്കോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്ലിയർ ഓഫ് ചെയ്ത് നല്ല കോളേജിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. സോ ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇന്ന് പറഞ്ഞ സെക്ഷൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. സോ ഐ എം കൺക്ലൂഡിങ്. താങ്ക് യു വെരി മച്ച്.